ഹലോ ഹലോ എവ്രിവൺ, എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വെമ്പിൾ അക്കാദമിയുടെ കീഴിലായിട്ട് സംഘടിപ്പിക്കുന്ന സൈക്കോ തെറാപ്പിയുടെ ഒരു സീരീസിന്റെ ഒരു തുടർച്ച നമ്മൾ ഇന്ന് വീണ്ടും നമ്മൾ കൂടിയിരിക്കുകയാണ്. സൈക്കോ തെറാപ്പിയിൽ കൂടുതൽ അവയർനെസ് രൂപപ്പെടുത്തുക, വ്യത്യസ്തമായിട്ടുള്ള സൈക്കോ തെറാപ്പികളെ പഠിക്കുക, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു സീരീസിന്റെ ഉദ്ദേശം. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒത്തിരി സൈക്കോ തെറാപ്പികൾ, ഏകദേശം 15-ലധികം സൈക്കോ തെറാപ്പികൾ നമ്മളുടെ ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പികളെ കുറിച്ച് മനസ്സിലാക്കുകയും അത് തീർച്ചയായിട്ടും നമ്മുടെ അടുത്തേക്ക് എത്തുന്ന ഒരാളുകളിൽ നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള തെറാപ്പികൾ അപ്ലൈ ചെയ്യാനും നമ്മൾ ആ രീതിയിലേക്ക് വളരുക, അതിലൊരു അവയർനെസ് എങ്കിലും നമ്മൾ രൂപപ്പെടുത്തുക. ഇങ്ങനെയൊക്കെ തെറാപ്പികൾ ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഇത്തരം മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗപ്രദമാകണം. അങ്ങനെ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ സ്കിൽഡ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഒരു ഉദ്ദേശം. അപ്പൊ ആ രീതിയിലാണ് നമ്മളുടെ ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഈ ഒരു സീരീസിന് നേതൃത്വം വഹിക്കുന്നത് വെമ്പിൾ അക്കാദമിയിലെ വ്യത്യസ്തമായിട്ടുള്ള തെറാപ്പി സെഷനുകൾ, വിശേഷിച്ചും കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയുടെ സെഷനുകൾ ലീഡ് ചെയ്യുന്ന നിസാബ് അഹമ്മദ് കുട്ടി സാറാണ്. സാറാണ് ഇത്തരം ഈ ഒരു സീരീസ് നമുക്ക് തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞ് വളരെ ആവേശത്തോടെ ഈ ഒരു സീരീസിനെ എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകുന്നതിന് അതിന് പ്രിപ്പയർ ചെയ്യുകയും അതിന്റെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുകയും അതിന്റെ Q&A സെഷനും അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിത് ഇതുവരെ കഴിഞ്ഞ എല്ലാ തെറാപ്പികളുടെയും പവർ പോയിന്റ് പ്രസന്റേഷൻസ് ഉൾപ്പെടെ നമ്മൾ പാർട്ടിസിപ്പൻസിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ രീതിയിലാണ് നമ്മളുടെ തെറാപ്പി സെഷനുകൾ, ആ ഒരു സീരീസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വെമ്പിൾ അക്കാദമിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന CBTയുടെ 5 days വർക്ക്ഷോപ്പ് നമ്മൾ 13 ബാച്ചുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം 800-ലധികം പ്രൊഫഷണൽസ് ആണ് ആ ഒരു CBTയുടെ 5 days വർക്ക്ഷോപ്പ് കംപ്ലീറ്റ് ചെയ്തത്. ആ ഒരു 5 days വർക്ക്ഷോപ്പ് കംപ്ലീറ്റ് ചെയ്ത പല ആളുകളുടെയും ആവശ്യപ്രകാരമാണ് നമ്മൾ CBTയുടെ ഒരു 2-month കോഴ്സ് നമ്മൾ April 15 മുതൽ നമ്മൾ ആരംഭിക്കുന്നത്. CBT കുറച്ചുകൂടി ആഴത്തിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പിന്നെ 5 days വർക്ക്ഷോപ്പിൽ നമ്മൾ 4 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് CBT നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആങ്സൈറ്റി, OCD, ഡിപ്രഷൻ, അതേപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അതിനേക്കാൾ കൂടുതലായിട്ടുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് CBT എങ്ങനെയായിരിക്കും അപ്ലൈ ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടി ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക. അതോടൊപ്പം തന്നെ കൗൺസിലിംഗിൽ നമുക്കിത് എങ്ങനെ അപ്ലൈ ചെയ്യാം, കൗൺസിലിംഗ് സ്കിൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു 2-month കോഴ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അതേപോലെ തന്നെ മെറ്റീരിയൽസ്, നമുക്ക് എല്ലാവർക്കും അറിയാം മെറ്റീരിയൽസിൽ ഇതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പലപ്പോഴും നമുക്ക് മെറ്റീരിയൽസ് കിട്ടാത്തൊരു ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾ അനുഭവപ്പെടാറുണ്ട്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നിസാവ് സാറിനെ സംബന്ധിച്ചിടത്തോളം കയ്യിലുള്ള എല്ലാം കൊടുക്കുക എന്നുള്ള ഒരു പോളിസിയാണ്. അപ്പൊ ആ രീതിയിൽ മാക്സിമം നമുക്ക് നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസും നമ്മൾ ഈ ഒരു 2-month വർക്ക്ഷോപ്പിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ കുറച്ചുകൂടി സീറ്റുകൾ ബാക്കിയുണ്ട്. അപ്പോൾ April 15 മുതലാണ് അഡ്വാൻസ്ഡ് CBTയുടെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന തെറാപ്പി സൈക്കോ അനാലിസിസ് തെറാപ്പിയാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനും അത് മനസ്സിലാക്കാനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പൻസിനും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം. അതേപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്ന നിസാവ് സാറിന് പ്രത്യേകം ഈ ഒരു സെഷനിലേക്ക് ഞാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു സെഷൻ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് നിസാവ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. ഓവർ ടു നിസാവ് സാർ. നിസാവ് സാർ, പ്ലീസ്. ഹലോ, ഗുഡ് ഈവനിങ്. താങ്ക് യു ഫൈസി സാർ. ഗുഡ് ഈവനിങ് സർ. ഓക്കെ, എന്താണ് വിശേഷം എല്ലാവരും? എങ്ങനെ പോകണില്ല ഈ ഒരു ലൈഫ് സ്റ്റൈലും? ഇപ്പൊ നാട്ടിലൊക്കെ നല്ലൊരു കാലാവസ്ഥ അല്ല, പെരും ചൂടാണ് ഇവിടെ. എൻ്റെ നാട്ടിലൊക്കെ എല്ലാവർക്കും അതേ അവസ്ഥ തന്നെയാണോ? എല്ലാ നാട്ടിലും മഴയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ ചൂട് തന്നെയാണ്. ഓക്കെ, അപ്പോ സാറ് പെരും ചൂട് തന്നെ അല്ലേ? പുറത്തിറങ്ങാൻ പറ്റാത്ത, അകത്തിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയില. പെരിഞ്ചൂട് കൊടുവള്ളിയാണോ സാറ്? അതെ അതെ. ഓക്കെ, നിങ്ങൾ ഇവിടെ ഇടം ആയിരിക്കും അല്ലേ കൊടുവള്ളി? ഞാൻ നരിക്കിനാണ്. ഓക്കെ,
ഞാൻ ആരാമ്പ്രാണ്. നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. ഓക്കെ, നമ്മുടെ സെഷനിലേക്ക് വരാം. അപ്പോ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു സൈക്കോ തെറാപ്പിയുടെ ഒരു പരമ്പര തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ വീക്കിലും എന്റെ ക്ലാസ് തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോ ഇതുവരെ എന്തെങ്കിലും നമ്മുടെ തെറാപ്പിന്റെ ക്ലാസ്സുകൾ മുമ്പ് 16-17 തെറാപ്പികൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ യൂട്യൂബിൽ നമ്മുടെ ചാനലിലുണ്ട്. നമ്മുടെ വെമ്പിൾ അക്കാദമിയുടെ ചാനലിലുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു സെഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾ ഇതുവരെ സൈക്കോളജി ഫീൽഡിലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു തെറാപ്പി പഠിക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു തെറാപ്പിയാണ് ഇന്നത്തെ നമ്മുടെ ഒരു സൈക്കോ അനാലിസിസ്. അതായത് സൈക്കോളജിയുടെ ഒരു പിതാവ് തന്നെ എന്നറിയപ്പെടുന്നിട്ടുള്ള ഒരാളാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അപ്പോ ഏതൊരു മേഖല, മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് ഒരു ഏരിയയിൽ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു ചാപ്റ്റർ പോലും പഠിക്കാതെ, ഒരു പാഠപുസ്തകങ്ങളും അല്ലെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ടൊന്നും പഠിക്കാൻ നമ്മൾ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്താണ് MBBS ആ ഡിപ്പാർട്ട്മെന്റിൽ പോകുന്ന ആൾക്ക് ന്യൂറോളജി ഭാഗമായിട്ട് എന്താ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പല സ്റ്റഡീസും അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ മെന്റൽ ഹെൽത്തിലേക്ക് പോവുകയാണെങ്കിലോ നമ്മുടെ സൈക്കോളജി ഫീൽഡിലാകുമ്പോൾ പൂർണ്ണമായിട്ടും ഏകദേശം ഒരു 80% ഈ ഒരു സൈക്കോളജി, ഈ സൈക്കോ അനാലിസിസ് തിയറി തന്നെയാണ്. നിങ്ങൾ കേട്ടിട്ടുള്ള സൈക്കോ ഡൈനാമിക്, സൈക്കോ സെക്ഷുവൽ, ഇങ്ങനത്തെ പലതരത്തിലായിട്ട് ഈ ഒരു തെറാപ്പികൾ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് തന്നെ പോകാം. എന്താണ് ഈ ഒരു സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ സൈക്കോ ഡൈനാമിക്? നമുക്ക് കഴിഞ്ഞ ആഴ്ച ബ്രീഫ് സൈക്കോ ഡൈനാമിക് എന്ന് പറഞ്ഞിട്ടുള്ള സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സെഷനിൽ അതിന്റെ ഒരു ഒരു പാർട്ടാണിത്. അതായത് സൈക്കോ ഡൈനാമിക്കിൽ വരുന്ന അനാലിസിസിൽ വരുന്ന ഒരു പാർട്ട് തെറാപ്പി തന്നെയാണ് ഈ ബ്രീഫ് ഓഫ് സൈക്കോ ഡൈനാമിക് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിട്ടിരുന്നു നമുക്ക് അടുത്ത ആഴ്ച ഇതിന്റെ കണ്ടിന്യൂറ്റി ഒന്ന് എടുക്കാം, വിശദമായിട്ട് സൈക്കോ അനാലിസിസിലേക്ക് പോവാമെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സൈക്കോ അനാലിസിസ് ഞാൻ തുടക്കം പറഞ്ഞ ഈ ഒരു തെറാപ്പി ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാക്കുന്നത് മാത്രമല്ല, നമ്മൾ ഏതൊരു സെഷനിലും, ഏതൊരു കൗൺസിലിംഗ് സെഷൻ നമ്മുടെ മുമ്പിൽ ഒരു ക്ലയന്റ് വരികയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്കുകളും സ്കില്ലുകളാണ് സൈക്കോ അനാലിസിസ്. അത് നമ്മളെ ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നത് സൈക്കോ അനാലിസിസ് ആണ്, സൈക്കോ ഡൈനാമിക് ആണ് എന്ന് പറഞ്ഞല്ലെങ്കിൽ CBT ആണെന്നല്ല പറയും. CBT ഒക്കെ നമുക്ക് സ്ട്രക്ചർ ആയിട്ട് ടൂൾസുകളും കാര്യങ്ങളും, പക്ഷെ അതെന്താണ്, നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ തിയറികൾ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ഓൺ വെച്ച് പറയാതെ ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ, ആ ഒരു മെത്തേഡിലേക്ക് നമ്മൾ പോവാറുണ്ട്. അപ്പോ വിശദമായിട്ട് ഇത് ചെറിയൊരു 1 hour സെഷൻ ആണ് എങ്കിൽ പോലും വിശദമായിട്ട് സൈക്കോ അനാലിസിസ് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു തെറാപ്യൂട്ടിക് മെത്തേഡ് തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും റാപ്പോ ബിൽഡപ്പ് ഉണ്ടാക്കാൻ, ക്ലയന്റുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തെറാപ്പി കൂടിയാണ്. ഈ ഒരു തെറാപ്പിയുടെ ഓവറോൾ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടാവും. ഈ ഒരു വർഷങ്ങൾക്ക് മുമ്പ് സിഗ്മണ്ട് ഫ്രോയിഡ് തുടങ്ങിയ കാലത്ത് ആദ്യം അദ്ദേഹം ഹിപ്നോട്ടിസം, NLP അതേപോലത്തുള്ള സംഭവങ്ങളായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തെറാപ്പി കൊണ്ടുവന്നു, പക്ഷെ കൂടുതലായും അദ്ദേഹം ഒരു ഹിപ്നോട്ടിസം സ്റ്റൈലിലേക്കായിരുന്നു ഈ ഒരു കൊണ്ടുപോയി. പക്ഷെ അദ്ദേഹം അന്നത്തെ ഒരു പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറയും, ഒരാളെ ഇരുത്തുന്നു, നമ്മൾ സാധാരണ ചാപ്പ കുത്തുന്നത് പോലെ അയാളെ ഫ്രണ്ടിൽ എന്തെങ്കിലും പ്രസ്സായി നെറ്റിയിൽ എന്തെങ്കിലും ഒരു നാണയം വെക്കുകയോ അല്ലെങ്കിൽ എന്താണ് മറ്റു തരത്തിലുള്ള എന്തെങ്കിലും വിരൽ അമർത്തി പിടിക്കും. എന്നിട്ട് അമർത്തി പിടിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ഏതെങ്കിലും നിങ്ങളെ മുമ്പ് കാലത്ത് കഴിഞ്ഞിട്ടുള്ള ബാല്യകാലത്ത് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങളൊക്കെ ഓർക്കാൻ പറയും. എന്നിട്ട് അതിലേക്ക് എന്താണ് കൂടുതലായിട്ട് ആളുകൾക്ക് ഈ എക്സ്പ്ലനേഷൻ കൊടുക്കുക. അത് ചിലപ്പോൾ ഒരു മയക്കിക്കെടുത്തുക എന്നൊക്കെ പറയും. ഹിപ്നോട്ടിസം പോലെയുള്ള ആളുകൾ എന്താണ് ഓവറോൾ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് എന്താണ് ഈ ഒരു ശരീരത്തിലുള്ള പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് പോകും. പക്ഷെ എന്താണ് ഇത് പിന്നീട് എന്താണ് അത് അദ്ദേഹത്തിന് തോന്നി ഇതെന്താണ് പല ആളുകൾക്കും ക്ലയന്റിന് തന്നെ പല പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടെക്നിക്ക്. പിന്നീട് അദ്ദേഹം എന്താണ് ക്ലയന്റ് സെഷന് കറക്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ആളുകളോട് ഓപ്പൺ അപ്പ് ആയിട്ട് സംസാരിക്കാനുള്ള ഒരു രീതി പോലെയാണ് പിന്നെ സൈക്കോ അനാലിസിസിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു തെറാപ്പി മെത്തേഡ് പോലെ നമുക്ക് ഈ ഒരു ഈ ലോകത്തേക്ക് അല്ലെങ്കിൽ ഈ വേൾഡിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് എന്താണ്, അബോധ മനസ്സിൽ, അൺകോൺഷ്യസ് മൈൻഡ് ആണ്. ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ വികാരങ്ങൾ അല്ലെങ്കിൽ പെരുമാറ്റങ്ങൾ ചെലുത്തുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ സ്വാധീനം, ഇതിനൊക്കെ നമ്മൾ എന്താണ് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ഒരു ക്ലയന്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് ഉദാഹരണങ്ങൾ തന്നെ പോയാൽ എന്നാൽ ഉദാഹരണം നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഒരു ഉദാഹരണം പറയാ, ഒരു ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസ്, അതായത് ഒരു 25-30 വയസ്സുള്ള ഒരു ക്ലയന്റ് നിങ്ങളെ മുമ്പിൽ വരുന്നതാണ്. അയാൾക്ക് പറയാണ് ഇപ്പൊ ഫാമിലി ഇഷ്യൂസ് ആണ്, കപ്പിൾ ഇഷ്യൂസ് ആയിട്ട് നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുകയാണ്.
അപ്പൊ ആള് സംസാരിക്കുന്ന സമയത്ത് അയാൾക്ക് പിന്നെ നമ്മൾ കാര്യങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കുറെ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ പറയുന്നു, സംസാരിക്കുന്നു, ഒക്കെ ഓക്കെ. പക്ഷെ ഒരു കാര്യത്തിൽ ഒരു ക്ലയന്റിന്റെ, അതായത് വൈഫിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്തോ നമുക്കൊരു നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിങ്സ് നമുക്ക് ഉണ്ടാവുകയാണ്. ഇവർക്ക് ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ് വേണ്ടത്, കപ്പിൾസ് അല്ല. ഇപ്പൊ പൊതുവെ നമുക്ക് പല കേസ് നമുക്ക് തോന്നാറുണ്ട്, ഈ ഒരു കേസിൽ രണ്ടുപേർക്കും ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത്, വ്യക്തിപരമായിട്ടുള്ള, അല്ലാണ്ട് ഈ രണ്ടുപേരും ഈ ഒരു കപ്പിൾ തെറാപ്പി ഫാമിലി തെറാപ്പി കൊടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഇവർക്കുള്ളിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, നിങ്ങളെ കുട്ടിക്കാലൊക്കെ എങ്ങനെയായിരുന്നു? ആ കുട്ടിക്കാലം അവർ പറയുമ്പോൾ ചില ആളുകൾക്ക് എന്താണ് വല്ലാതെ സങ്കടമായിരിക്കും. കാരണം എന്താണ്, ആ സമയത്ത് എന്താണ് അവർക്ക് അവരെ രക്ഷിതാക്കൾ, അവരെ മാതാപിതാക്കൾ അവരെ നല്ലോണം നോക്കിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഡൈവോഴ്സ്ഡ് ആയിരിക്കും, അഡോപ്റ്റഡ് ആയിരിക്കും, പലതരത്തിലുള്ള സങ്കടങ്ങൾ, ചിലപ്പോൾ എന്തെങ്കിലും ട്രോമയോ അല്ലെങ്കിൽ അബ്യൂസോ ഒക്കെ നടന്നിട്ടുള്ള ഒരു സമയമായിരിക്കും. എന്തെങ്കിലും ഇങ്ങനെ ഒരു ക്ലൈന്റ് ഉണ്ടെങ്കിൽ ആ സമയത്ത് എന്താണ് സൈക്കോ അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളോട് അവര് വളരെ ദേഷ്യത്തോട് പെരുമാറും. ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ടത് ക്ലയന്റിന്റെ പ്രസന്റ് മൊമെന്റ് എന്താണ്. നമ്മൾ ഈ ഒരു കൗൺസിലിംഗ് സെഷൻ, ഈ സൈക്കോ അനാലിസിസ് ഇങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നു. അതായത് ഈ ഒരു CBTയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രസന്റ് മൈൻഡിലുള്ള പ്രയാസങ്ങളുമായിട്ടാണ് പോകുന്നത്. പക്ഷെങ്കിൽ എന്താണ് സൈക്കോ അനാലിസിസ്ക്ക് വരുന്ന സമയത്ത് പാസ്റ്റില് മുമ്പ് നടന്നിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും അയാളെ ഇന്നത്തെ ഈ ഒരു പ്രസന്റ് ലൈഫിലേക്ക് കൊണ്ടുവരുന്നുള്ള, ഇപ്പൊ അയാൾ എന്ത് പ്രശ്നമാണോ അനുഭവിക്കുന്നത്, എല്ലാ പ്രയാസങ്ങളും വന്നിട്ടുള്ളത് കഴിഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും അബ്യൂസോ എന്തെങ്കിലും ട്രോമയോ അല്ലെങ്കിൽ അവിചാരിതമായ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസിലൊക്കെ ആണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് വളരെ കറക്റ്റ് ആണ്. നമുക്ക് പല കേസുകളും നമുക്ക് തന്നെ ആക്കും, നിങ്ങൾ പിന്നെ ആ സമയത്ത് എന്താണ് ഇവരോട് ചോദിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നില്ല. ഏറ്റവും വലിയ ടെക്നിക്ക് CBTയിലെ പോലെ തന്നെ ഇവിടെയും ഉപയോഗിക്കുന്നത് ജേർണലിംഗ് എഴുതിക്കുക എന്നുള്ളതാണ്. ആ ജേർണലിൽ എഴുതിക്കുന്ന സമയത്ത് അവരുടെ ഒരുപാട് സങ്കടങ്ങൾ അവർ പറയും, പ്രയാസങ്ങൾ അവർ പറയും. ആ പ്രയാസങ്ങൾക്ക് എന്താണ് മുമ്പ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതാണ് സൈക്കോ അനാലിസിസ് ഓവറോൾ ഡെഫിനിഷൻ എന്ന് പറയും. ഒക്കെ അടുത്ത സ്ലൈഡിലേക്ക് പോവാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോ ഇതിൽ പ്രധാനമായിട്ടും കുറച്ച് മെത്തേഡുകൾ ഉണ്ട്. അതായത് ഈ കോമ്പോണന്റ് ഓഫ് സൈക്കോ അനാലിസിസ് എന്ന് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അതായത് ആണ് പര്യവേഷണം ചെയ്യിക്കുക എന്നുള്ളത്, അന്വേഷിക്കുക എന്താണ് അവരുടെ മനസ്സിലൂടെ അവരുടെ ഓർമ്മകൾ എങ്ങനെയൊക്കെയാണ് ആ മനസ്സിലൂടെ കടന്നു പോകുന്നത്, ആ മനസ്സിൽ ഉറഞ്ഞിരിക്കുന്ന പ്രയാസങ്ങളൊക്കെ അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ്, ഇത് എന്താണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ അതേപോലെ അണ്ടർസ്റ്റാൻഡിങ് സിംറ്റംസ്, മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ, അതേപോലെ അല്ലെങ്കിൽ മുമ്പ് അവരുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ബാഡ് എക്സ്പീരിയൻസ് അവർക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ആ എക്സ്പീരിയൻസ് മൂലം ഇപ്പൊ കറന്റ്ലി എന്ത് പ്രശ്നമാണ്, ചിലപ്പോൾ ഒരു ആങ്സൈറ്റി ആവാം, ചിലപ്പോൾ ഒരു ഡിപ്രഷൻ ആവാം. ഇപ്പോ ഇന്നലെ എനിക്ക് 2 ദിവസം മുമ്പ് ഒരു കേസ് വന്നിട്ടുള്ള കേസാണ്. ആള് ആങ്സൈറ്റി എന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ആങ്സൈറ്റി അയാളല്ല പറഞ്ഞത്, പാരന്റ് ആണ് പറഞ്ഞത്. 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അപ്പോ ഈ ചെറുപ്പക്കാരൻ എന്ന് പറയുന്നത് ഇപ്പോ ഡിഗ്രി ഫൈനലായിട്ട് ബാംഗ്ലൂർ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ കുറച്ചു കാലത്ത് ഒരു +2 പഠിക്കുന്ന സമയത്തൊക്കെ കുറച്ചൊരു ആങ്സൈറ്റി ലെവൽ ആൾക്കാരുണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. പ്രയാസം മീൻസ് അയാൾക്ക് എക്സാമിന്റെ റിസൾട്ട് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുക. പക്ഷെ ഇതൊന്നും ആ സമയത്തെ ആങ്സൈറ്റി അവർ ട്രീറ്റ്മെന്റ് ഓക്കെ ആയി. പക്ഷെ ഇപ്പൊ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആള് വീട്ടിലൊക്കെ വരുന്ന സമയത്ത് ഇയാളുടെ സെക്ഷൽ പാർട്ട് മറ്റുള്ള ആളുകളെ കാണിക്കുകയാണ്, ചുറ്റുപാടുള്ള വീടിനടുത്തുള്ള സ്ത്രീകളെ കാണിക്കുക, അല്ലെങ്കിൽ എന്താണ് പബ്ലിക്കായിട്ട് കാണിക്കുക. എന്നാൽ ആള് വീട്ടിലിരിക്കുക, വീട്ടിലേതെങ്കിലും അടുത്തുള്ള അയൽവാസികളൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കാണിക്കുക എന്നുള്ള ഒരു രീതി. പക്ഷെ ഈ ഒരു കൗൺസിലിംഗ് സെഷൻ നമുക്ക് ഇത് എങ്ങനെയായിരിക്കും, ആൾക്ക് നോർമലി എന്നെ പോലെ തന്നെ സംസാരിക്കുന്ന ഒരാളാണ്, ആൾ ആക്റ്റീവ് ആണ്, പഠനത്തിൽ പ്രയാസങ്ങളില്ല, കോളേജുമായിട്ട് ഡീറ്റെയിൽസ് അനുസരിച്ച് അവിടെ ബുദ്ധിമുട്ടുകളില്ല. ഇതെങ്ങനെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു ട്രോമയും നമുക്ക് എവിടെയും അന്വേഷിക്കാനില്ല. പക്ഷെ നമുക്ക് ഞാൻ ഈ ഒരു കേസ് നിങ്ങളെ സൈക്കോ അനാലിസിസിലേക്കാണ് കൊണ്ടുവരുന്നത്. കാരണം ഈ ഒരു കേസിന്റെ സിംറ്റംസുകൾ എന്താണ്, നമ്മളെ മുമ്പിൽ ഒന്നുമില്ല. ആകെയുള്ള സിംറ്റംസ് അവരെ പാരന്റ് പറഞ്ഞിട്ടുള്ള ഈ ഒരു എന്താണ് ഈ ലൈഫിൽ ഇപ്പൊ റിയാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സിംറ്റംസുകൾ മാത്രം, അല്ലാണ്ട് ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഒന്നുമില്ല. അപ്പോ നമ്മൾ ഈ ഒരു കൗൺസിലിംഗ്, ഒറ്റ സെഷൻ കൗൺസിലിംഗ് സംസാരിച്ച സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു ട്രോമ, അതായത് മുമ്പ് എങ്ങനെയായിരുന്നു, പാസ്റ്റിലേക്ക് നമ്മൾ കൊണ്ടുപോവാണ് ഈ കുട്ടീനെ. അതായത് എങ്ങനെയാണ് നിങ്ങളുടെ മുമ്പിലെ ലൈഫ് സ്റ്റൈലും എങ്ങനെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതായത് 9ാം ക്ലാസ് പഠിക്കുമ്പോൾ
കുട്ടിക്ക് ഒരു അബ്യൂസ് നടന്നിട്ടുണ്ട്. അതായത് സ്ഥാപനം ഒന്നും പറയുന്നില്ല എങ്കിൽ പോലും ആ സമയത്ത് അവരെന്താണ് ആ സമയത്ത് പരാതിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആ സ്ഥാപനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഹോസ്റ്റലാണ്. പക്ഷെങ്കിൽ ആ ഹോസ്റ്റലിൽ എന്താണ് അന്ന് അയാളെ എന്താണ് ഈ കുട്ടിയുടെ മുമ്പിലേക്കോ ഒരു ശിക്ഷിക്കാനോ എന്ന രീതിയിലൊന്നും എത്തിയിട്ടില്ല. ഒരു വലിയ ഒരു എന്താണ് അതിനൊന്നും ആരും പരാതിയും കേസും കൊടുത്തിട്ടില്ല. പക്ഷെ അവിടുന്ന് ആ കുട്ടി തിരിച്ചു പോരുന്നു, മറ്റു സ്കൂളിൽ പോകുന്നു, ഹോസ്റ്റലിൽ മാറി സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പഠിക്കുന്നു ആ ശീലം. പക്ഷെ അന്ന് നടന്നിട്ടുള്ള ഒരു ഇൻസിഡൻസിന് ശേഷം എന്താണ് എന്റെ ശരീരത്തിൽ ആർക്കും കാണിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് എനിക്ക് എന്തും എവിടെയും എന്റെ സെക്ഷൽ പാർട്ട് ഉപയോഗിക്കാം. കാരണം ഏതോ ഒരുത്തൻ രാത്രി എന്റെ അടുത്ത് വന്ന് എന്നെ കിടക്കുന്നു, എന്നെ ഉപദ്രവിക്കുന്നു. കാരണം അയാൾക്ക് അധികാരമുണ്ട് എന്നുള്ള ഒരു തോട്ട് ആ കുട്ടിയിൽ വന്നു. ഇവിടെ എന്താണ് നമ്മൾ തോട്ട് റെക്കോർഡ്, CBT തോട്ട് റെക്കോർഡ് ഉപയോഗിച്ചു. സൈക്കോ അനാലിസിസ് എന്താണ് പാസ്റ്റ് മെമ്മറീസ്, എന്താണ് മുമ്പ് സംഭവിച്ചിട്ടുള്ളത്. ആ ഒരു രീതിയിലായിരിക്കും സിംറ്റംസ്. നമുക്ക് ചിലപ്പോൾ ഒന്നും അറിയാൻ കഴിയില്ല. ചിലപ്പോൾ ആള് കൂളായിട്ട് ഇരിക്കും, ചിരിച്ചുകൊണ്ട് വന്നിരിക്കും. പക്ഷെ നമ്മൾ ഈ ഒരു അനാലിസിസ് ഉപയോഗിക്കുന്ന സമയത്ത് വളരെയധികം ഡീപ്പായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. അതെന്താണ് നമ്മൾ കറക്റ്റ് അറിയുക തന്നെ വേണം. എന്നിട്ട് മാത്രമേ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവാവൂ. ഇനി അടുത്തത് ഇതില് സാധാരണ ഒരു സൈക്കോ അനാലിസിസ് ഒരുപാട് സെക്ഷൽ ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഇതിൽ പഠിക്കുന്നത് പോലെ തന്നെയാണ്. അപ്പൊ അതിനെപ്പറ്റി ജസ്റ്റ് നമുക്ക് പറഞ്ഞു പോകാം. നിങ്ങൾക്ക് സൈക്കോളജിയിൽ പഠിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോ സാധാരണ ഈ ഒരു സെക്ഷൽ ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓറൽ, അനാൽ, ഫാലിക്, ലാറ്റൻസി ആൻഡ് ജെനിറ്റൽ. ഇതുമായിട്ട് എന്താണ് ഇദ്ദേഹം കണക്ട് ചെയ്യാണ്. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരാൾക്ക് ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ചത് മുതൽ കുട്ടീന്റെ മരണം വരെ എന്താണ് അയാളുടെ ജീവിതവുമായിട്ട് എല്ലാം ഒന്ന് കണക്റ്റീവ് ആണ്. അതായത് ചെറുപ്പത്തിൽ എന്ത് സംഭവിക്കുന്നു, അത് അഡൽട്ട് സ്റ്റേജിലാകുമ്പോൾ അതിലെന്തൊക്കെയാണ് കൺവേർട്ട് ആവുന്നത്, അതൊക്കെ എന്താണ് അതുമൂലം എന്താണ് ഒരാളുടെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾക്കും എല്ലാത്തിനും കാരണം എന്താണ് ജനിച്ച അന്ന് മുതലുള്ള പ്രയാസങ്ങൾ, അല്ലെ അനുഭവിച്ചിട്ടുള്ള ഏതൊക്കെ രീതിയിലാണോ. സാധാരണ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ 2 ബിഹേവിയർ ആണ് പഠിക്കുന്നത്. ഒന്നെന്താണ് പാരന്റ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, രണ്ടാമത്തത് എന്താണ് എൻവിറോൺമെന്റ്, ചുറ്റുപാടുകളിൽ നിന്ന് പഠിക്കുന്നത്. പക്ഷെ ഇത് എന്തിലാണെന്ന് പഠിച്ചത് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് 6 സ്റ്റേജുകൾ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത് വിശദമായിട്ട് നമുക്ക് കുറച്ച് പറയാം. അപ്പോ ഇതില് ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡിലേക്ക് നമ്മൾ പോകുമ്പോൾ കുറച്ച് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ ക്ലയന്റ് നമ്മളെ മുമ്പിൽ വരുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് എല്ലാ തെറാപ്പി പോലെ തന്നെ എന്താണ് അവരെ ചിന്തകളെയും വികാരങ്ങളെയും കുറിച്ച് നമ്മൾ അവരോട് സംസാരിക്കുക എന്നുള്ള. എന്താണ് നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത്, എന്തൊക്കെ ചിന്തകളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, ആരാണ് ഈ ഒരു ചിന്തകൾക്ക് ബിഹൈൻഡായി നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത്, എന്തുകൊണ്ടാണ്. ക്ലയന്റിനോട് തന്നെ നമ്മൾ ചോദിക്കുക. ടേക്കിംഗ് കെയർ എന്ന് പറയുന്നത് എന്താണ്, ക്ലയന്റിനോട് തന്നെ നമ്മൾ ചോദിക്കുക ഈ ചിന്തകൾക്ക് എന്താണ് വ്യത്യസ്തമായി എന്ത് തെളിവാണുള്ളത്, നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്ത വരാനുള്ള കാരണങ്ങൾ എന്താ, ഒരു ഇൻസൈറ്റ് ഉണ്ടായി കൊടുക്കുക. അൺകോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ ഒരു ഇൻസൈറ്റ് ഉണ്ടായി കൊടുക്കുന്ന ഒരു രീതിയാണ് ടേക്കിംഗ് കെയർ. ഇനിയിപ്പോ അതേപോലെ തന്നെയാണ് ഈ ഒരു തെറാപ്പിയിൽ നമുക്ക് എന്താണ് ഒരുപാട് ലോങ് പ്രോസസ്സിംഗ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ CBT ഈ ഒരു സൈക്കോ അനാലിസിസ് വന്നത് ഒരു ട്രീറ്റ്മെന്റ് സ്റ്റേജ് ലെവൽ എന്ന് പറയും 1 year ആണ്. ഒരു 6 മാസം 7 മാസം 8 മാസം വരെ പ്രോസസ്സിംഗ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഭയങ്കര ഫ്രീക്വന്റ് ആയിട്ടുള്ള സെഷനിൽ. കാരണം ആഴ്ചയിൽ ഒരു 4 സെഷൻ 5 സെഷൻ വെച്ചിട്ടായിരിക്കും ഇങ്ങനെ കടന്നു പോവുക. പക്ഷെ അതിനനുസരിച്ച് എന്താണ് ക്ലയന്റിന് പല മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണം ഈ ഒരു സെഷന്റെ എണ്ണം കുറച്ചിട്ട് വേണേൽ നോക്കാം. മറ്റുള്ള തെറാപ്പികളെ പോലെ ഇതല്ല. കാരണം ഒരാളെ മനസ്സിൽ എന്തൊരു പ്രയാസം വന്നിട്ടുണ്ടെങ്കിലും ആ പ്രയാസം എവിടുന്നാണ് വന്നിട്ട്, അത് ആരാണ് കാരണക്കാരൻ, ഞാൻ തന്നെയാണോ കാരണക്കാരൻ, ആ കാരണത്തിൽ എന്താണ് വരാനുള്ള, മറ്റുള്ള ആളുകൾക്ക് എന്തൊക്കെ ബാധിച്ചിട്ടുണ്ട്, എന്റെ ഫാമിലി ഇപ്പൊ പ്രസന്റ് പ്രോബ്ലത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത്, അത് പൂർണ്ണമായിട്ട് ഈ ഒരു തെറാപ്പിയിലൂടെ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് സൈക്കോ അനാലിസിസ് നടക്കുന്നത്. പെട്ടെന്ന് തന്നെ എന്താണ് 10-12 സെഷൻ തീർത്തിട്ട് ഈ ഒരു പരിപാടി ടെർമിനേഷൻ അവിടെ ആക്കാന്ന് ഈ ഒരു സൈക്കോ അനാലിസിസ് നടക്കില്ല. അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതില് സാധാരണ ഒരു ഹ്യൂമൻ മൈൻഡിന് സാധാരണ 2 കാര്യങ്ങളാണ്. അത് ഒന്ന് ഇറോസ്, തനാറ്റോസ്. ഇറോസ് എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമ്മൾ സാധാരണ ഇറോസ് എന്ന് പറയുന്ന ലൈഫിൽ നിന്ന് ഒഴിവാക്കുക അങ്ങനത്തെ സംഭവം സെക്ഷൽ ആണ്, സെക്സ് ആണ്. അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും സാധാരണയായിട്ട് നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒരു ജീവിതത്തിൽ ഒരു ലൈഫ് ഒരു അച്ഛനമ്മയ്ക്ക് ഒരു കുട്ടി ജനിക്കുന്നു, ആ കുട്ടി പഠിക്കുന്നു, നല്ല രീതിയിൽ ലൈഫിൽ സെറ്റിൽ ആവുന്നു, പഠിക്കും. അങ്ങനെ ആ ഒരു അതേപോലെ തന്നെ എന്താണ് ആ ഒരു റട്ടേൺ അയാളും ആ കുട്ടിയും അതേപോലെ കല്യാണം കഴിക്കുന്ന ഒരു കുട്ടി ഉണ്ടാവുന്നു. അതേപോലെ എന്താണ് ജീവിതത്തിൽ എന്താണ് ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ട്
ജീവിതത്തിലെ എന്താണ് ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് നമുക്ക് നോർമൽ ആയിട്ട് എല്ലാവർക്കും അറിയാം. അതിൽ ചിലപ്പോ ഈ അതിജീവനം വരും, അതേപോലെ തന്നെ പ്രത്യുൽപാദനം വരും, അതേപോലെ തന്നെ അനാവശ്യ പ്രയാസങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ തരണം ചെയ്യാനുള്ള എല്ലാ സംഭവം നമുക്കൊരു മെന്റൽ ഹെൽത്ത് ഉണ്ടാവും, ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഇതൊക്കെ എന്താണ് ജീവിതത്തിൽ നമ്മൾ നിലനിർത്താൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഇറോസ്. ഇപ്പൊ മറ്റൊരു വിഷം നോക്കുക, തനാറ്റോസ്. തനാറ്റോസ് എന്ന് പറയുന്ന അഗ്രഷൻ ആണ്, ദേഷ്യം, കോപം ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടപ്പോ ഒരിക്കൽ പോലും ദേഷ്യം പിടിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവില്ല. നമുക്കത് ചില സാഹചര്യങ്ങളിൽ ചിലപ്പോ എന്താണ് നമുക്ക് വല്ലാതെ ദേഷ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ചില സമയത്ത് എന്താണ് ചിലപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ വലിച്ചപ്പോൾ നമുക്ക് നോർമലായിട്ട് ദേഷ്യം വരും, അതൊക്കെ സാധാരണയാണ്. പക്ഷെ ഈ ഒരു ഇറോസും തനാറ്റോസും എങ്ങനെ കണക്ട് ചെയ്യാം? ഒരാള് പേഴ്സണാലിറ്റി ഡിസോർഡർ നമുക്ക് എൻ പി ഡിനെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ അയാളെ സെക്ഷൽ ആക്ടിവിറ്റീസ് എങ്ങനെയായിരിക്കും? വളരെ ക്രൂരമായിരിക്കും. സ്വന്തം വൈഫിനെ ഉപയോഗിക്കുന്നത് വളരെ ക്രൂരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയായിരിക്കും. അല്ലെങ്കിൽ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള പാരനോയിഡിലേക്ക് വരികയാണെങ്കിലോ, പാരനോയിഡിലുള്ള ആളുകൾക്ക് സെക്ഷൽ ചെറിയ കുട്ടികളോടൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് സെക്ഷൽ ആയിട്ട് തോട്ട് ഉണ്ടാവും. ചിലപ്പോൾ അത് പ്രവർത്തിക്കാൻ സാധ്യത. ഇനിയിപ്പോ ആന്റി സോഷ്യലിലേക്ക് വരുന്ന സമയത്ത് എന്താണ് സെക്ഷുവലായിട്ട് എന്താണ് അവർക്ക് എന്താണ് എന്റെ ആ സമയത്തുള്ള ആ ഒരു എന്താണ് സുഖം കിട്ടണം. അത് മറ്റുള്ളവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടാകാൻ കുഴപ്പമില്ല, ഏത് രീതിയിലാകാൻ കുഴപ്പമില്ല, അവർക്ക് എന്റെ കാര്യം നടക്കണം എന്നുള്ള ചിന്താഗതി. പക്ഷെ ഈ ഒരു ചിന്താഗതിയൊക്കെ എന്താണ് സാധാരണ മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കാണ് നമ്മൾ ഈ പറഞ്ഞത്. പക്ഷെ നമ്മൾ എറോസ് മീനിങ്ങിൽ വരുമ്പോൾ എല്ലാവർക്കും ഡെയിലി ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വേണം, കുടുംബജീവിതം വേണം, പ്രയാസങ്ങൾ വേണം, ഹാപ്പിനെസ് വേണം ഒക്കെ. പക്ഷെ ഇതൊക്കെ തകിടം മറിഞ്ഞ അൺകോൺഷ്യസ് മൈൻഡില് ഇതൊക്കെ എന്താണ് നോർമൽ ലൈഫിനേക്കാൾ കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് എന്തുകൊണ്ട് അത് ചെയ്തുകൂടാ, ഈ രീതിയിൽ സെക്ഷൽ ആയിട്ട് എന്റെ പാർട്ട്ണറുമായിട്ട് ബന്ധപ്പെട്ടുകൂടാ, അല്ലെങ്കിൽ എന്താണ് ഞാൻ പറയുന്നത് പോലെ എന്റെ കുടുംബത്തിൽ നടക്കണം, അല്ലെങ്കിൽ എന്താണ് എന്റെ വികാരങ്ങൾ എനിക്ക് പുറത്ത് ഞാൻ എന്തിനാണ് മറ്റുള്ളവരോട് പറയണത്. അല്ലാതെ ഈ ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ അയാൾ ഇമോഷണൽ റെഗുലേഷൻ അയാൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇന്ന പ്രയാസം, മനസ്സിൽ ഇന്ന പ്രയാസമുണ്ട്, പക്ഷെ ഞാനത് പറയേണ്ട ആവശ്യമില്ല. അൺകോൺഷ്യസ് മൈൻഡിൽ അവർക്ക് തോന്നുകയാണ് ഞാനത് മറ്റുള്ളവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല, അവരെന്നെ മനസ്സിലാക്കില്ല എന്ന തോട്ട് വരുമ്പോൾ ശരിക്കും പൂർണ്ണമായിട്ടും ഒരു മെന്റൽ ഇൽനെസ്സിലേക്കോ ഡയഗ്നോസിസിലേക്കോ വരാനുള്ള സാധ്യത കൂടും. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വെച്ചത്. മനസ്സിലായിട്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എറോസും തനാറ്റോസും എന്ന വാക്ക് നിങ്ങൾ അത് കൺവേർട്ട് ചെയ്യണം. അതിന്റെ മീനിങ് പറഞ്ഞു, അതിന്റെ കൺവേർട്ട് മറ്റൊരു ഇൽനെക്സിലേക്ക് നമ്മൾ മാറ്റാൻ കഴിയണം. ഇനിയിപ്പോ അതേപോലെ തന്നെ സ്ട്രക്ചർ, മോഡൽ പേഴ്സണാലിറ്റി, ഈ ഒരു ഏറ്റവും കൂടുതൽ നമ്മുടെ സൈക്കോഅനാലിസിസ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മൂന്ന് കോമ്പോണന്റ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 3 സാധനങ്ങൾ എന്നാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പോ ഇതിൽ ആർക്കെങ്കിലും ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? 1-2 മിനിറ്റ്. ഇതെന്താണ്, ഈഗോ എന്താണ്, സൂപ്പർ ഈഗോ? നമ്മൾ ഫ്രീ വെബിനാർ അല്ലേ, അപ്പൊ ഒന്ന് ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇതെന്താണ്, ഈഗോ എന്താണ്, സൂപ്പർ ഈഗോ എന്താണ്? പറയൂ, തെറ്റിയാലും വിഷയമല്ല. നമ്മളെല്ലാരും ഒരു ഇതെന്താണ് നോളജ് ഹബ്ബാണല്ലോ. ആർക്കും ഒരു ഐഡിയ ഇല്ല. കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞാൽ ശരിയാവോ, എനിക്ക് പറയാൻ പറ്റുമോ, അങ്ങനത്തെ ചിന്താഗതി വേണ്ട. നമുക്ക് എന്തും ഓപ്പൺ അപ്പ് ഒക്കെ പറയാനുള്ള ഒരു സ്റ്റേജ് ആണിത്, ഒരു പ്ലാറ്റ്ഫോം ആണ്. നമ്മുടെ ഈ എല്ലാ വികാരങ്ങളുടെയും ദോഷഗുണങ്ങളുടെ ഇല്ലാത്ത രീതിയിലുള്ള നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള പ്രാകൃത വികാരങ്ങളുടെ ഒരു ശേഖരത്തിനല്ലേ സാർ ഈ ഇതെന്ന് പറയുന്നത്? യെസ്, അതിലേക്കും വരാം. അതെ, അത് ഈഗോയിലേക്ക് വരുമ്പോ എങ്ങനെയാ മാറുക? ഈഗോയിലേക്ക് വരുമ്പോൾ അതിനകത്ത് നമുക്ക് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവില്ല. എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹങ്ങളുടെ പേരിലേക്ക് വരും. ആഗ്രഹങ്ങൾക്ക് കുറെ സെലക്ടിവിറ്റി ഉണ്ടാവും. അതെ, അതിപ്പോ സൂപ്പർ ഈഗോയിലേക്ക് വരുമ്പോ അത് മനസാക്ഷിയുടെ മേഖലയാണ്. അത് ശരിയാണ്, തെറ്റില്ല. വേറൊരാളുടെ വസ്തു മോഹിക്കണോ, അത് ബലം പ്രയോഗിച്ചെടുക്കണം, ശരിയല്ല. അത് മോറൽ സയൻസ് ആണ്. അത് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നത് ശരിയല്ല എന്ന് നന്മതിന്മകളുടെ വിവേചനമാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അതെ, പറഞ്ഞത് വളരെ ശരിയാണ്. സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. നമുക്കത് ഒന്നുകൂടി വിശദീകരിച്ച് സിമ്പിൾ ആയിട്ട് പറയും. അപ്പോ ഇത് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞത് സാധാരണ ഒരു ഉദാഹരണം പറയാണ്. നമ്മളെ മുമ്പിൽ ഒരു വീട്ടില് ഒരു ഫംഗ്ഷൻ നടന്നു എന്ന് വിചാരിക്കുക. ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ചെറിയൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഒരു 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ആ കുട്ടി എന്താണ് ആ ഫംഗ്ഷനിൽ ഭക്ഷണമൊക്കെ ടേബിൾ വിളമ്പി വെച്ചിട്ടുണ്ട്.
അപ്പൊ എല്ലാരും ഭക്ഷണത്തിന് കാത്തിരിക്കുന്നുണ്ട്. കുട്ടി വീട്ടിലെ ഗസ്റ്റ് അല്ലെ സ്വന്തം വീട്ടിലാണ്. അപ്പൊ ആ കുട്ടിക്ക് വിശക്കാണ്. കുട്ടി എന്താണ് ഓടി ചെന്നിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കുക. അപ്പൊ എന്താണ് അവിടെ എന്താണ് കുട്ടിക്ക് എന്താണ് കുട്ടിന്റെ സാഹചര്യം പ്രശ്നങ്ങളില്ല, മറ്റുള്ള ആളുകൾ വന്ന ആരും നോക്കേണ്ടി, കുട്ടീന്റെ നീഡ്സ് എന്താണ്, എന്റെ വിശപ്പ് അത് അവിടെ നിർത്ത്, എനിക്ക് വിശപ്പ് മാറുക എന്നുള്ള ഒരൊറ്റ ചിന്താഗതിയാണ്. അതായത് കുട്ടിക്ക് എന്താണ് മറ്റുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് ഈഗോയിലേക്ക് വരികയാണ്. ഈഗോയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഈഗോ, ഈ ഭക്ഷണമൊക്കെ അവിടെ വിളമ്പി വെച്ചിട്ടുണ്ട്, ആ കുട്ടീനെ ചിന്തിക്കുകയാണ്, ആ എനിക്ക് ഈ ഭക്ഷണമൊക്കെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഓടി കഴിക്കാൻ പറ്റില്ല, ഇവിടെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്, ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, ആ ഗസ്റ്റ് ഒക്കെ ഒരുമിച്ച് കഴിക്കാമെന്നുള്ളത്. ഇനിയിപ്പോ സൂപ്പർ ഈഗോയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് അവിടെ ശരിക്കും റിയാലിറ്റി മനസ്സിലാക്കുകയാണ്, ഞാൻ ഇപ്പം കഴിക്കേണ്ട ആളല്ല, ആദ്യം ഗസ്റ്റ് ആണ് കഴിക്കേണ്ടത് എന്നുള്ള ആ ഒരു പാറ്റേണിലേക്കായിരിക്കും സാധാരണ ഒരാളുടെ മനസ്സിൽ. അതായത് ആദ്യം ഇതിലേക്ക് വരുന്ന സമയത്ത് എന്താണ് നമുക്ക് യാഥാർത്ഥ്യം ഉള്ളിൽ കറന്റ്ലി പ്രയാസം ഉണ്ടാവും, എന്ത് ബുദ്ധി യാഥാർത്ഥ്യമോ സോഷ്യലായിട്ട് എന്ത് ബുദ്ധിമുട്ടോ അതൊന്നും പരിഗണിക്കാതെ എന്റെ എല്ലാ ആവശ്യങ്ങളും സ്പോട്ടിൽ നടത്തണം എന്നുള്ള ഒരു ചിന്ത. ആ ഒരു ചിന്ത ആർക്കായിരിക്കും? പേഴ്സണാലിറ്റി ഡിസോർഡർ. നമ്മൾ ഇതും ഈഗോ ഒരർത്ഥം മനസ്സിലാക്കി പോവല്ല, ഇതൊരു കേസിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. സൈക്കോ അനാലിസിസ് എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിന്റെ ചിന്താഗതിയിലേക്ക് ഇത് കൊണ്ടുവരണം, ഈഗോ കൊണ്ടുവരണം, സൂപ്പർ ഈഗോ വരണം. അപ്പൊ നമ്മൾ പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെ എടുക്കുക. അപ്പൊ പാരനോയിഡ് പറയാണ്, പാരന്റ് ട്രസ്റ്റിന്റെ വിശ്വാസമായിട്ടുള്ള ആൾ, കാരണം ആരെയും വിശ്വസിക്കൂല ആൾ. അതേപോലെ തന്നെ എന്താണ് എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് സന്തോഷത്തെ പോലെ ജീവിക്കണം, അതേപോലെ തന്നെയാണ്. അപ്പൊ എന്താണ് ഇത് അങ്ങനെ അയാളെ മനസ്സിലുണ്ട്, എനിക്ക് മറ്റുള്ള ആളുകൾ എന്റെ കുടുംബത്തിന്റെ വാക്ക് കേൾക്കേണ്ടില്ല, എന്റെ പാർട്ട്ണറെ കേൾക്കേണ്ട ആവശ്യമില്ല, എന്റെ കുട്ടികളെ നോക്കേണ്ട ആവശ്യമില്ല. അതെന്താണ് ഞാൻ എന്റെ ആവശ്യത്തിന് മാത്രം ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി തന്നെ കരുതണം. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോ ഈഗോയിലേക്ക് ഇരുന്ന സമയത്ത് ഈഗോയിൽ അയാൾ ചിന്തിക്കുകയാണ്, പിന്നെ ആഗ്രഹങ്ങൾ, എന്റെ ആഗ്രഹങ്ങൾ എന്താണ് തൃപ്തിപ്പെടുത്തുക, അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങളുമായിട്ടോ അല്ലെങ്കിൽ സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളോ അതൊക്കെ എന്താണ് വഴികൾ എങ്ങനെ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെന്താണ് വഴികൾ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ ഈ ഒരു കുട്ടി നമ്മൾ പറഞ്ഞു, കുട്ടി ഭക്ഷണം കഴിക്കാൻ വിളമ്പുന്ന ടേബിൾ എടുത്ത സമയത്ത് കുട്ടി നമ്മൾ പറഞ്ഞു, ഇത് എനിക്ക് സമയമാകുമ്പോൾ എനിക്ക് ഭക്ഷണം കിട്ടും എന്നുള്ള ചിന്ത വന്നു. അപ്പൊ ഇത് നമ്മൾ എന്താണ് മറ്റുള്ള മെന്റൽ ഡിസോർഡർ മറ്റുള്ള എന്റെ ക്ലയന്റിന്റെ മുമ്പിലേക്ക് ഈ കേസ് വരുന്ന സമയത്ത് ഈ ഈഗോ അവിടെ ഒരു അഹംഭാവം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആയിരിക്കും അവർക്ക് യാഥാർത്ഥ്യം ഉണ്ടാവും, ഉള്ളിലൊരു യാഥാർത്ഥ്യം, എന്റെ ലൈഫിൽ ഇതാണ് നടക്കുന്നത്, ഇന്നൊരു പ്രയാസമാണ് എന്റെ മനസ്സിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത് പ്രസന്റ് മുമ്പിൽ. ആ പ്രയാസം എന്താണ് എനിക്ക് ഒരിക്കലും മാറ്റാൻ പറ്റൂല, അത് അങ്ങനെ അങ്ങോട്ട് നടന്നോട്ടെ, ആ ഒരു രീതിയിലുള്ള ചിന്താഗതി ആയിരിക്കും. ഇനിയിപ്പോ സൂപ്പർ ഈഗോയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് എന്റെ പ്രശ്നങ്ങൾക്കൊക്കെ എന്താണ് മുമ്പ് നടന്നിട്ടുള്ള, അതായത് എനിക്ക് ചൈൽഡ്ഹുഡിൽ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരെന്നെ നല്ലോണം നോക്കിയിട്ടില്ല, എന്റെ നീഡ്സുകളൊന്നും പരിഹരിച്ച് തന്നിട്ടില്ല, എന്താണ് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അവര് നല്ല രീതിയിൽ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു ചിന്ത ഉള്ള ഒരാളാണെങ്കിൽ എന്താണ് അയാൾ ഇപ്പത്തെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് എന്താണ് അയാൾക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടാവും, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഉണ്ടാവുക. ആ ഒരു ട്രേറ്റ് വെച്ചിട്ടായിരിക്കും അയാളെ ജീവിതത്തിൽ പോവുക. എല്ലാ കാര്യം വളരെ സൂക്ഷ്മതയോടെ നോക്കുക, ഇന്നതൊന്നും തെറ്റുപറ്റാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് ഇന്ന പേർക്കൂടെ സഞ്ചരിച്ചാലേ പോകാൻ പറ്റൂ. അതൊക്കെ എന്താണ് ഒരു OCDയോ ഒരു OCPDയോ അല്ലെങ്കിൽ ഹൈ സിവിയർ ആയിട്ടുള്ള ഒരു ആങ്സൈറ്റിയിലൊക്കെ വരാനുള്ള ഈ ഒരു സൂപ്പർ ഈഗോ ചിന്താഗതി വരാനുള്ള സാധ്യത. അപ്പോൾ ഈ ഒരു ഈ ഒരു കോമ്പോണന്റ് ആയിട്ടുള്ള ഈ ഒരു മോഡൽ വെച്ചിട്ട് എന്താണ് നമ്മൾ സൈക്കോ അനാലിസിസ് വെച്ച് വരുമ്പോൾ എല്ലാ മെന്റൽ ഹെൽത്തിന്റെ ഏതൊരു പ്രയാസം നിങ്ങൾ വരുമ്പോൾ അവരെ മനസ്സിലേക്ക് അൺകോൺഷ്യസ് മൈൻഡാണ് പ്രധാനമായിട്ടും ഇതിലുള്ളത്, അബോധ മനസ്സ്. അവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് അത് നമ്മൾ കണ്ടെത്തി ഇതുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഈഗോ ആയിട്ട് അവരുടെ ചിന്താതി രീതികൾ ഏതിലേക്ക് പോകുന്നുണ്ടോ, സൂപ്പർ ഈഗോ എന്നുള്ള രീതിയിലേക്ക് എങ്ങനെയാണ് പോകുന്നത്, അത് വ്യക്തമായിട്ട് നമ്മൾ അറിയണം എന്നുള്ളതാണ്. ഇനിയിപ്പോ അതേപോലെ തന്നെ ഇതില് ടോപ്പോഗ്രാഫിക്കൽ മോഡലാണ് ഇതിന്റെ നമ്മളിപ്പോ പറഞ്ഞതിന്റെ മറ്റൊരു പറയുന്നത് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു മൈൻഡാണ്. നമുക്കറിയാം നല്ലൊരു പരിചിതമായിട്ടൊരു പ്ലാറ്റ്ഫോമിലാണ് നിസാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ക്ലാസ് എടുക്കുന്നു, പിന്നെ അതിൽ നിന്ന് കേൾവിക്കാൻ നിങ്ങളെ പോലെ കുറെ ആളുകളുണ്ട്, കുറെ ആൾ റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. ഏത് നിമിഷം എന്താണ് നമ്മൾ ഓരോ ചോദ്യങ്ങൾക്ക് വേണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കാം, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതൊരു കോൺഷ്യസ് മൈൻഡാണ്. ഇനിയിപ്പോ അതേപോലെ തന്നെ പ്രീ കോൺഷ്യസ് മൈൻഡ് എന്നതേപോലെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പൊ ഈ ഒരു സ്റ്റേജ് ഈ ഒരു പ്ലാറ്റ്ഫോമില് പിന്നെ എനിക്ക് അബോധ മനസ്സിൽ എന്തൊക്കെയോ ഞാനിപ്പോ ക്ലാസ്സിൽ ഇരിക്കുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ എന്തോ സംസാരിക്കുന്നുണ്ട്, എന്റെ വായ കൊണ്ട്
പക്ഷെ എന്റെ മനസ്സ് ഇവിടെ അല്ല. അതായത് എന്തോ ഞാൻ എന്താണ് ഈ ക്ലാസ്സിൽ എനിക്ക് ഇരിക്കുകയും വേണം, എല്ലാം സിമ്പിൾ ആയിട്ട് നോട്ട്സ് ഒക്കെ എഴുതി എടുക്കുകയും വേണം, PPT ആണെങ്കിൽ അവർ കിട്ടി അത് മാത്രം മതി എന്നുള്ള ചിന്താഗതിയുമായിട്ട് ചില ആളുകൾ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അവരെ പ്രീ കോൺഷ്യസ്, അതായത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. കാരണം ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അവർ തിരിച്ചറിയാം ഈ ആവശ്യം എനിക്ക് നിർബന്ധമാണ്, പക്ഷെ അത് നേടിയെടുക്കാൻ എന്താണ് എളുപ്പവഴി എന്തെങ്കിലും സംഭവം ഉണ്ടോ നോക്കിയെടുക്കുക, ആ ഒരു രീതിയിൽ. ഇപ്പൊ അൺകോൺഷ്യസ് മൈൻഡിലാണെങ്കിലോ ഇതിലെന്താണ് ഈ ഒരു ഞാൻ ക്ലാസ്സിലുണ്ട്, പക്ഷെ വലിയൊരു സങ്കടത്തോട് കൂടി എന്തോ ഒരു പ്രയാസം കൂടിയാണ് ഞാൻ ഇവിടെ, എന്തോ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈലോ അല്ലെങ്കിൽ എന്തൊക്കെയോ സ്ട്രഗിൾ ഉള്ള, അല്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട്, അതൊക്കെ എന്താണ് അവബോധമായിട്ടുള്ള എന്റെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളുമായിട്ട് ഞാൻ ഈ ക്ലാസ്സിൽ ഇരിക്കുക. അപ്പൊ എന്താണ് എന്റെ മൈൻഡ് ഇവിടെ ഉണ്ടാവുമോ? ഫുള്ളും ആ ഒരു അൺകോൺഷ്യസ് മൈൻഡിലേക്ക്, പ്രയാസങ്ങളുടെ ഒരു ലൈഫിലേക്കായിട്ട് എന്റെ മനസ്സ് ഫുള്ള് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു രീതിയിലായിരിക്കും 3 കണ്ടന്റുകൾ കടന്നു പോണത്. അപ്പോ ഈ ഒരു കേസ് വരുന്ന സമയത്ത് എന്താണ് നമ്മളെ കോൺഷ്യസ് മൈൻഡിൽ, അതായത് പ്രസന്റ് മുമ്പിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവരെന്താണ് ചിന്തിക്കുന്നത്, പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ ഈ ഒരു പ്രസന്റ് മുമ്പ് നമ്മുടെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് അവർക്ക് എന്താണ് സംഭവിച്ചത്, എന്ത് പ്രയാസമായിട്ട് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അൺകോൺഷ്യസ് മൈൻഡിലേക്ക് വരുമ്പോൾ എന്താണ് അൺകോൺഷ്യസ് പറയുന്നത് എന്താണ് ഈ ഒരു പ്രശ്നത്തിൽ ഈ ഒരു ക്ലിനിക്കിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരെ മനസ്സിൽ എന്ത് പ്രയാസമാണ് കിടക്കുന്നത്, എന്ത് ഓർമ്മകളാണ് അവർക്ക് ഈ ഒരു ഇതിലേക്ക് എത്തിച്ചത്, അതിലൊക്കെ അങ്ങനെയൊക്കെ നമുക്ക് എന്താണ് ഒരു കേസിലേക്ക് കൺവേർട്ട് ചെയ്ത് കൗൺസിലിംഗ് ഈസി രൂപത്തിലാക്കി എടുക്കാം. പക്ഷെ പഠിച്ചതുപോലെ തന്നെ ആവണമില്ല, നമ്മൾ എക്ലക്ട് അപ്രോച്ചുകളാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അത് വളരെ രീതിയിൽ നല്ല കമ്മ്യൂണിക്കേഷൻ എന്താണ് നമ്മുടെ മൈക്രോ സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ട് എന്താണ് ഈ ഒരു 3 കോമ്പൗണ്ടിൽ അതിലേക്ക് ആഡ് ചെയ്താൽ മതി, ഓക്കെ ആവും. ഇനി അതേപോലെ തന്നെയാണ് നമ്മൾ നേരത്തെ ഓറൽ സ്റ്റേജ് പറഞ്ഞു, പിന്നെ ഏതൊക്കെ രീതിയിലാണ് 6 സ്റ്റേജുകൾ നമ്മൾ പൊതുവെ പറഞ്ഞു. അപ്പൊ 6 സ്റ്റേജിൽ സാധാരണയായിട്ട് ഒരു കുട്ടി ജനിച്ച് 1 വയസ്സ് മുതൽ, അതായത് 0 to 3 ആണ് ഓറൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ആ ഓറൽ സ്റ്റേജിൽ എന്താണ് ഒരു കുട്ടി എന്താണ് പിന്നെ ആദ്യമായിട്ട് അമ്മയുടെ അടുത്ത് നിന്നായിരിക്കും പല സക്കിങ്, അതേപോലെ തന്നെ ബിറ്റിങ്, ഇതൊക്കെ പലതരം നടക്കാൻ പഠിക്കുക, ചെറിയ രീതിയിൽ ഒന്ന് അനങ്ങാൻ പഠിക്കുക, കണ്ണുകൾ അങ്ങോട്ട് സഞ്ചരിക്കുന്നു, തലേന്റെ ഒരു ഉറപ്പ് വെക്കുന്നു, ഒക്കെ ഒരു വയസ്സ് മുതൽ ആ കുട്ടി ഒരു 0 മന്ത് മുതൽ 1 വയസ്സ് 1-2 വയസ്സ് വരെയൊക്കെ എന്താണ് ഏകദേശം കുട്ടി നടക്കാനും സംസാരിക്കാനും ഒക്കെ നടക്കുന്ന ഒരു സ്റ്റേജാണ്. ഇനിയിപ്പോ അനാൽ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സാധാരണ കുട്ടികൾ ഒരു 3 സ്റ്റേജ് മുതൽ പിന്നെ 3 വയസ്സ് മുതൽ എന്താണ് കുട്ടിക്ക് എന്താ ടോയ്ലറ്റ് ട്രെയിനിങ് എന്നുള്ളതാണ്. അതായത് സ്വന്തമായിട്ട് കുട്ടിക്ക് കുളിക്കാനും ബാത്റൂം പോകാനും വൃത്തിയാക്കാനും പഠിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ആണ്. ഇനിയിപ്പോ ഫാലിക് സ്റ്റേജിലേക്ക് വരുമ്പോൾ 3 to 6, 3 മുതൽ 6 വയസ്സ് വരെ, അതായത് നമ്മൾ LKG UKG ആ സമയത്ത്, പിന്നെ അതേപോലെ തന്നെ സ്വന്തം ജെനിറ്റൽ അവരെ സ്വന്തമായിട്ട് എന്താണ് ഞാൻ ആൺകുട്ടിയാണ് പെൺകുട്ടിയാണ് എന്നൊക്കെ തിരിച്ചറിയുന്ന ഒരു സ്റ്റേജ്. ഇപ്പൊ ലേറ്റൻ സ്റ്റേജിലേക്ക് വരുമ്പോൾ എന്താണ് സെക്ഷൽ ഇൻസ്റ്റിക്ട്, അതായത് ഒരു കുട്ടിക്ക് പിന്നെ പൂർണ്ണമായിട്ടും ഞാനൊരു ആൺകുട്ടിയാണ് ഒരു പെൺകുട്ടിയാണ് എന്നപ്പോ എന്താണ് ആൺകുട്ടികളുമായിട്ട് തന്നെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നു, പെൺകുട്ടികളായിട്ട് ആ രീതിയിലേക്ക് പോകുന്നു. അതേപോലെ തന്നെ ഈ സമയത്തായിരിക്കും പലർക്കും പോവർട്ടി പീരീഡ് എന്നൊക്കെ പറയും. പിന്നെ അതേ ഫൈനൽ സ്റ്റേജ് ആണ് പിന്നെ ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോ ഈ ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത് അഡോളസൻസ് വിത്ത് പോവർട്ടി എന്ന് പറയുന്നത്, അതായത് ആ കുട്ടി 15-16 വയസ്സ് മുതൽ കുട്ടി അങ്ങ് മരണം വരെ, അങ്ങനെയാണ് ഈ ഒരു സൈക്കോ ഡൈനാമിക് തിയറിയിൽ പറയുന്നത്. പക്ഷെ ഈ ഒരു തിയറി കഴിഞ്ഞിട്ട് എന്താണ് പിന്നെയും സ്റ്റേജുകൾ വരുന്നുണ്ട്. അപ്പൊ അത് വിശദമായിട്ട് മറ്റൊരു രീതിയിൽ പറയാം. അപ്പോ ഈ ഒരു സ്റ്റേജ് എങ്ങനെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടി ഈ ഒരു തെറാപ്പിയിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടേ ഈ ഓറൽ സ്റ്റേജ്. ഈ കുട്ടി ജനിക്കുന്ന സമയത്ത്, അതായത് ഒരു പ്രയാസം ഒരു ഡിപ്രഷൻ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ സൈക്കോ അനാലിസിസ് ഉപയോഗിക്കുന്ന സമയത്ത്, അതായത് ഈ കുട്ടി ജനിച്ച സമയത്ത് ഓറൽ സമയത്ത്, അതായത് കുട്ടിന്റെ ആ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് ഡെലിവറി നോർമൽ ആയിരുന്നു. അതേപോലെ കുട്ടി പുറത്ത് വരുന്ന സമയത്ത്, ആദ്യമായിട്ട് നമുക്ക് ഈ ഭൂമിയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം നമുക്ക് വരുന്ന കരച്ചിലാണ്, കുട്ടി കരഞ്ഞിട്ടുണ്ടായിരുന്നോ, കുട്ടി കറക്റ്റ് സമയത്ത് നടന്നിട്ടുണ്ടോ, ഇതൊക്കെ എന്താണ് നമുക്കൊരു അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റേജ് ഇതിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഒരു കുട്ടി എന്താണ്, കാരണം നമുക്ക് എന്താണ് പാസ്റ്റിൽ എല്ലാ കാര്യവും ഈ ഒരു ക്ലയന്റിനെ എന്നെ അന്വേഷിക്കുന്ന സമയത്ത് എന്താണ് അവരെ കുട്ടിക്കാലത്തെ കാര്യമൊക്കെ ചോദിക്കുന്ന സമയത്താണ് നിങ്ങൾ സ്കൂളിൽ എങ്ങനെയായിരുന്നു, പഠനം ഏതൊക്കെ രീതിയിലായിട്ട് പോയിട്ടുള്ളത്, പിന്നെ അതേപോലെ മറ്റു തരത്തിലുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന പഠന സമയത്ത്, പലർക്കും എന്താണ് കുട്ടിക്കാലത്ത് തന്നെ പഠിക്കാൻ പറ്റാത്ത ചില പ്രയാസങ്ങൾ ഉണ്ടാവും, അതോടെ പഠനം നിർത്തിയിട്ട് പിന്നെ മറ്റു തരം സാമ്പത്തികമായിട്ട് പല ബുദ്ധിമുട്ട് അനുഭവിച്ച ആളുകൾ ഉണ്ടാവും. ഇതൊക്കെ എന്താണ് പലതരത്തിലും നമുക്ക് കേസുകൾ വരുമ്പോൾ ഇതിലൊക്കെ എന്താണ് ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എന്താണ് പാസ്റ്റിലേക്ക് കൊണ്ടുപോകണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ
ഈഡിപ്പസ് ആൻഡ് പിന്നെ ഓഡിപ്പസ് എന്ന് പറയുന്നുണ്ട്. ഈഡിപ്പസ് എന്ന് പറയുന്നത് ഈ ഒരു ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത് ചില ആൺകുട്ടികൾക്ക് പിന്നെ ചില സമയത്ത്, അതായത് അമ്മയോട് മാത്രം ചില താല്പര്യങ്ങൾ ഉണ്ടാവും. ചില ആൺകുട്ടികൾ ചെറുപ്പത്തിൽ ചില കുട്ടികൾ കാണാറുണ്ട് അമ്മയോട് മാത്രം സ്നേഹം. കാരണം എന്താണ് ചിലപ്പോൾ അച്ഛന് ചിലപ്പോൾ പലതരത്തിൽ ചിലപ്പോൾ വീട്ടിൽ മദ്യപിച്ച് വരുന്നതോ അല്ലെങ്കിൽ പല സാഹചര്യം കുട്ടീനെ ഉപദ്രവിക്കുന്നതോ പല പ്രശ്നങ്ങൾക്ക് ഉണ്ടാവും. ചില ആളുകൾക്ക് ഉണ്ടാവും, കുട്ടികൾക്ക് ഉണ്ടാവും, ബൈക്ക് വീട്ടിൽ നിന്ന് അല്ലെ അച്ഛന്റെ വണ്ടി വരുന്നത് കണ്ടാൽ തന്നെ ചില പേടികൾ കുട്ടികൾക്ക് ഉണ്ടാവും. അതേപോലെയൊക്കെ എന്താണ് അവർ വളർന്നു വരുന്ന കുട്ടിയാണെങ്കിൽ അമ്മയോടായിരിക്കും ആ കുട്ടിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സ്നേഹം. അപ്പോ ഈ ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് എന്താണ് പല ബുദ്ധിമുട്ടുകളും ഈ ഒരു ചെറുപ്രായത്തിൽ തന്നെ കുട്ടിക്ക് ചിലപ്പോൾ അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല, നല്ല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവില്ല, ആ ഓർമ്മകളൊക്കെ ഈ ഒരു ക്ലൈന്റ് ഉണ്ടാവും. ഇനിയിപ്പോ പെൺകുട്ടികളാണെങ്കിലോ, കാരണം ആൺകുട്ടി അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അച്ഛനെ ഒരു ശത്രുവായിട്ട് കണ്ടത്, അമ്മയ്ക്ക് ഒപ്പം നിന്നിട്ട് ഇവരെ എതിരാളിയായിട്ട് അച്ഛനെ കണ്ടിട്ടുണ്ടാവണം. അതേപോലെ പെൺകുട്ടികളാകുമ്പോ എന്താണ് ഇലക്ട്രാ കോംപ്ലക്സ് എന്നാ പറയാ. ആ ഒരു കോംപ്ലക്സിലേക്ക് വരുന്ന സമയത്ത് അച്ഛനോട് ഭയങ്കരമായിട്ടുള്ള ഒരു ആരാധനയായിരിക്കും ചെറിയ പെൺകുട്ടിക്ക് അമ്മേനെക്കാട്ട് കൂടുതലായിട്ടും. കാരണം അമ്മയായിരിക്കും വീട്ടിൽ നിന്ന് അത് പഠിക്ക്, ഇത് പഠിക്കുക, അത് ചെയ്യരുത് ഒക്കെ ഉപദേശങ്ങൾ. പക്ഷെ ചില നോർമലായിട്ട് ഇപ്പോഴത്തെ കാലത്തൊക്കെ നോക്കുകയാണെങ്കിൽ അച്ഛന്മാരെന്താണ് പെൺകുട്ടികളോടും അല്ല ചെറിയ കുട്ടികളോടും കൂടുതൽ ഷൗട്ട് ചെയ്യാത്ത രീതി, അവരെ നല്ല രീതിയിൽ നോക്കുക സ്നേഹത്തോടെ. പക്ഷെ ഇതൊക്കെ എന്താണ് അച്ഛനോട് കൂടുതൽ സ്നേഹം. ഇങ്ങനെയൊക്കെ ചിലപ്പോൾ പല സിറ്റുവേഷൻ എന്താണ് നമ്മൾ പല ആളുകളും കടന്നു പോയിട്ടുണ്ടാവും. ജസ്റ്റ് ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ ഈ ഒരു കേസുകൾ വരുമ്പോ എന്താണ് ഈ ഒരു സ്റ്റേജ് 5 സ്റ്റേജുകൾ നമ്മൾ വരുന്ന ക്ലയന്റിന് ഈ ഒരു സൈക്കോ അനാലിസിസ് ആണ് നിങ്ങൾ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ ഈ ഒരു നോക്കണ്ട. അപ്പൊ അവരെ പാസ്റ്റ് ഹിസ്റ്ററി എന്താ, ഡെവലപ്മെന്റ് സ്റ്റേജ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. ഇനിയിപ്പോ ഈ ഒരു ഈഗോ ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുന്നു, അയാൾക്ക് ഒരു മൊത്തത്തിൽ എന്തെങ്കിലും മാനസികമായിട്ട് പ്രയാസം ഉണ്ടാവും. ആ പ്രയാസങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് പല കാരണങ്ങളും തേടി നിൽക്കുക. നമ്മൾ CBTയിൽ പറയുന്നത് പോലെ സേഫ്റ്റി ബിഹേവിയർ ആയിട്ട് മറ്റുള്ള ഏതെങ്കിലും വിഷയത്തിലേക്ക് പോവുക. അപ്പോ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് ചിലപ്പോൾ ഒരു ആങ്സൈറ്റി അല്ലെങ്കിൽ ഷെയിം, ഗിൽറ്റി, അങ്ങനത്തെ പലതരത്തിലുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്താണ് എപ്പോഴും ഇമോഷണലായിട്ട് പല പ്രയാസങ്ങൾ ഉണ്ടാവുക, അമിതമായിട്ട് ഈ ഓവർ തിങ്കിങ് ഉണ്ടാവുക, പിന്നെ പല സാഹചര്യം നേരിടാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവുമ്പോൾ എന്താണ് ഈ ഏതെങ്കിലും ഒരു ആങ്സൈറ്റി ലെവൽ ഉണ്ട്. ഒരു കുട്ടിക്ക് എക്സാം ആങ്സൈറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. ആ ആങ്സൈറ്റി ഉള്ള കുട്ടി എന്താണ് പരമാവധി ഈ എക്സാമുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും എന്താണ് എക്സാം ചെയ്യുന്ന ഹാളിൽ വെച്ച് കുട്ടി ബോധം കെടുന്നു, കുട്ടിക്ക് എന്താണ് വല്ലാത്ത ചിലപ്പോൾ ബോധം കെടാത്ത മറ്റുള്ള കുട്ടികൾ എന്താണ് വേർക്കുന്നു, ഒന്നായിട്ട് പല പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ എന്താണ് പരമാവധി എക്സാമിന്റെ സമയം വരുമ്പോൾ കുട്ടി എന്താണ് പോകാൻ പറ്റാത്ത എന്തെങ്കിലും മറ്റു തരത്തിലുള്ള സേഫ്റ്റി ഈ ഒരു അവോയ്ഡൻസ്, പരമാവധി ആ എക്സാം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു അവോയ്ഡൻസ് അവിടെ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഈഗോ ഡിഫൻസ്. ഒരു പ്രശ്നം അയാൾക്ക് വരുമ്പോൾ ഈ പ്രശ്നം ഒന്നുകിൽ ആളുകൾ അറിയാതിരിക്കാനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്താണ് അതിനൊരു ആശ്വാസം കിട്ടാനോ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു രീതിയാണ് ഈഗോ ഡിഫൻസ് മെക്കാനിസം. അതിൽ പ്രധാനമായിട്ട് റിപ്രഷൻ ആണ്. റിപ്രഷൻ മീൻസ് നമ്മള് അടിച്ചമർത്തുക എന്നുള്ളതാണ്. റിപ്രഷൻ എന്റെ ഒരു മീനിങ് അടിച്ചമർത്തുക. അതായത് അയാളുടെ അബോധ മനസ്സിൽ, അതായത് അൺകോൺഷ്യസ് മൈൻഡിൽ മുമ്പ് എന്തെങ്കിലും ഒരു പ്രയാസം നടന്നിട്ടുണ്ട്, അയാളുടെ ലൈഫിൽ എന്തെങ്കിലും മുമ്പ് നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ, അല്ലെങ്കിൽ ഇപ്പൊ പ്രസന്റ് പ്രശ്നത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് അയാളെ വല്ലാത്ത അത് ഭയങ്കര ഭീഷണി, ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. അയാൾ മനസ്സിൽ ഇങ്ങനെ വല്ലാതെ വർപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണെങ്കിൽ അയാൾ എന്ത് ചെയ്യും, ആ റിലേറ്റഡ് ആയിട്ടുള്ള തൽക്കാലം ആ ചിന്തകളെ അത് മറക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് ഒരു താൽക്കാലികമായിട്ട് പൂർണ്ണമായിട്ടും മറ്റൊരു ചിലപ്പോ ഈ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കും. ഇങ്ങനെ സംഭവങ്ങൾ കൂടുതലായിട്ട് ഓർമ്മകൾ ഇങ്ങനെ തിരിച്ചും വരിക എന്നുള്ളത്. അപ്പോ ഒരു ഉദാഹരണം പറഞ്ഞ് ശരിക്കും മനസ്സിലാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. മുമ്പ് ഒരു ട്രോമ സംഭവിച്ചിട്ടുള്ള ഒരാൾ നിങ്ങളുടെ മുമ്പിൽ ഒരു കുട്ടീനെ നിങ്ങൾ കൊണ്ടുവന്നു. ട്രോമ മീൻസ് ഒരു ആക്സിഡന്റിൽ ഒരു സഡൻലി സംഭവിച്ച ഒരു ആക്സിഡന്റ്. ആ ആക്സിഡന്റ് സംഭവിച്ച സമയത്ത് കുട്ടി അതിൽ നിന്നും പേടിച്ചു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ അവിടെ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത്, ആ ട്രോമനെ പറ്റി നമ്മൾ പറയാം കുട്ടിക്ക് വലിയ ഓർമ്മയൊന്നും ഉണ്ടാവില്ല. എങ്കിൽ പോലും കുട്ടിയുടെ അബോധ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. പക്ഷെ അത് ഓർത്തെടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പുറത്തേക്ക് പ്രയാസങ്ങൾ കൂടുതലായിട്ട് മാനസികമായിട്ട് വരും. അപ്പൊ ആ ഓർമ്മകൾ ആളെന്ത് ചെയ്യും, പുറത്തേക്ക് വരാത്ത ആ അൺകോൺഷ്യസ് മൈൻഡ് തന്നെ നിൽക്കും. ആ അൺകോൺഷ്യസ് മൈൻഡ് നിൽക്കുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള മാനസികമായിട്ട് പല ആങ്സൈറ്റി കൂടും, ഡിപ്രഷൻ ആവും, പോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന പല മെന്റൽ ഡിസീസസും വരാം. അങ്ങനെ ഒരു സാധ്യത നമ്മൾ കാണാറുണ്ട്. അതേപോലെയാണ് ചിന്തകൾ അവര്
അടിച്ചമർത്തി ഉള്ളിൽ കിടക്കുന്ന പ്രയാസങ്ങൾ ആരും അറിയാതെ ഉള്ളിൽ തന്നെ കിടക്കുക. ആ ചിന്തകൾ എന്താണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ലോബ് പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അവരെ ഒരു ബ്രെയിനിലും മനസ്സിലും ഒക്കെ ആയിട്ട്. ഇനി അതേപോലെ ഡെനിയൽ. ഡെനിയൽ മീൻസ് എന്താണ്? നിഷേധിക്കുക, എന്തിനും നിഷേധിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും ഇവർക്ക്. കാരണം ഇവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതായിട്ട് ഏതെങ്കിലും ഒരു സാഹചര്യത്തിലോ അല്ലെങ്കിൽ റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അവരൊക്കെ ഒരു എന്താണ് ഒരു നിഷേധിക്കുന്ന ഒരു രീതിയായിരിക്കും ഇവരെ പെരുമാറ്റം ഉണ്ടാവും. കാരണം ഇവരോട് എന്ത് പറഞ്ഞാലും അത് ശരിയാവില്ല, ഞാൻ അതിനില്ല, അത് വളരെ മോശമാണ്, എനിക്ക് നേരത്തെ അറിയായിരുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു ഉദാഹരണം, ഞാൻ എപ്പോഴും ക്ലാസ്സിൽ ഉദാഹരണം പറയും, ഈ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാം അന്നൊരു സെഷൻ ഉണ്ട്, ഫ്രീ വെബിനാർ, നമുക്ക് പോവാം. അപ്പോൾ നിങ്ങളെ കൂടെയുള്ള ഒരാൾ പറയുകയാണെങ്കിൽ ആ ഫ്രീ വെബിനാർ എന്ന വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല, പിന്നെ ഈ ഒരു വന്നിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് അതിനേക്കാൾ നല്ല കാശ് കൊടുത്തിട്ട് തന്നെ പോയി പഠിക്കാം എന്നുള്ള ഒരു രീതി മെന്റാലിറ്റി ഒക്കെ ഉള്ളതാണ്. അവർക്ക് എന്തിനും ഏതൊരു കാര്യത്തിനും നിഷേധിക്കണം, ഒന്നും ഇവരോട് പറയാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചത് നടക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ആ ഒരു രീതി ഞാൻ പറയുന്നതേ പോലെ കടുംബത്തിൽ സംസാരിക്കാൻ പറ്റൂ, അല്ലേല നടക്കൂ, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി ഈ ഒരു ഇതിൽ വരും. ഇനി അതേപോലെ തന്നെ പ്രൊജക്ഷനിലൊക്കെ വരികയാണെങ്കിലോ, പ്രൊജക്ഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഈ ഇതുമായിട്ട് പിന്നെ ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡുമായിട്ട് വരുന്ന സമയത്ത് അവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന, കാരണം ഇവിടെ അവരെ ചിന്തകളും പിന്നെ വികാരങ്ങളും അവർക്ക് തന്നെ മനസ്സിലാവാത്ത ഒരു രീതിയിൽ ചില സമയത്ത് വരും. ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, എന്റെ വികാരങ്ങളൊക്കെ എങ്ങനെയാണ് പോണത്. കാരണം ചില സമയത്ത് ഏറ്റവും ഉദാഹരണം ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് ഒരു ദേഷ്യം വന്നു, ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഒരാള് എന്നോട് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നു ക്ലാസ്സിന്റെ അടുക്ക, അപ്പൊ ഞാൻ 1-2 തവണ നിങ്ങളോട് പറഞ്ഞു ക്ലാസ് കഴിഞ്ഞിട്ടാവാം ഡിസ്കഷൻ, ഇപ്പൊ മറ്റുള്ള ആളുകൾക്ക് ഇപ്പൊ 1-2 ഇതൊന്നും കേൾക്കാതെ നിങ്ങൾ ഒരാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എനിക്ക് ആ ഒരു ദേഷ്യം വന്ന സമയത്ത് സിറ്റുവേഷൻ ഉണ്ട്, നിങ്ങൾ ചോദിച്ചത് കൊണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇന്ന് ഞാൻ എന്താണ് എനിക്ക് തോന്നിയതൊക്കെ നിങ്ങളെ വിളിച്ച് പറയാം. കാരണം സിറ്റുവേഷൻ എന്താണ്, ഞാൻ ഒരിക്കലും അത് പറയാൻ പാടില്ല. കാരണം ഇതൊരു പ്ലാറ്റ്ഫോമാണ്, പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, നിങ്ങളെ നല്ല രീതിയിൽ കാണാനും ഒക്കെ എന്ത് പറഞ്ഞാലും ഞാനത് നെഗറ്റീവായി കാണാൻ പാടില്ല എന്നുള്ളൊരു മനസ്സ് എനിക്ക് വേണം. പക്ഷെ ഇങ്ങനത്തെ ആളുകൾ എന്താണ്, ഒരു സിറ്റുവേഷനോ സാഹചര്യവും നോക്കൂല, അവരെന്താണ് വായി തോന്നുന്നതൊക്കെ വിളിച്ചു പറയും. എന്നിട്ട് വിളിച്ചു പറയും എന്താണ്, വിളിച്ചു പറഞ്ഞതിന് ശേഷം എന്താണ്, നിങ്ങളാണ് ഇതിന് കാരണക്കാര്, എന്നെ ദേഷ്യം പിടിപ്പിച്ചത് നിങ്ങൾ, മനഃപൂർവ്വം എന്നെ ദേഷ്യം പിടിപ്പിച്ചതാണ്, അതുകൊണ്ട് എന്താണ് എനിക്ക് ഇതിലൊന്നും ചെയ്യാൻ, എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല. അങ്ങനത്തെ ആളുകൾ ചിലപ്പോൾ നിങ്ങൾ കാണാറുണ്ട്. ചിലപ്പോ പല വീട്ടിലൊക്കെ കാണും, വെറുതെ അങ്ങോട്ട് കുട്ടികളോട് ദേഷ്യം പിടിക്കുക, വെറുതെ കുട്ടികളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ ഭാര്യയോട് വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയും, അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്ത് എന്ന് പറഞ്ഞ മാതിരി എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ലൈഫിൽ അവർക്ക് ഉണ്ടാവും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് ബഹളം പ്രയാസം. ഇതൊക്കെ ഇതിൽ പ്രൊജക്ഷനിൽ പെട്ടതാണ്. പിന്നെ ഈ എന്തിനും ഞാനൊരു ഉത്തരവാദി, എല്ലാവരും നിങ്ങൾ തന്നെയാണ് ഉത്തരവാദി എന്നുള്ള രീതി. ഇനിയിപ്പോ അതേപോലെ ഡിസ്പ്ലേസ്മെന്റ്, അതായത് ഒരു പിന്നെ ഈ പറഞ്ഞത് മറ്റൊരു ഭാഗം തന്നെയാണ് ഡിസ്പ്ലേസ്മെന്റും. അതായത് ഇപ്പൊ ഒരു ദേഷ്യം വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം എന്താണ്, ആള് പിന്നെ നിങ്ങളിപ്പോ ഭാര്യയും ഭർത്താവും ഒരു കുടുംബജീവിതം, ഭാര്യ എന്തൊക്കെയോ ഇയാളെ പറഞ്ഞു, അപ്പൊ എനിക്ക് ദേഷ്യം തോന്നി, അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല, സൈലന്റ്. എന്റെ ദേഷ്യം അവിടെ നിൽക്കുക, പുറത്തൊരു നമ്മുടെ വീട്ടില് വളർത്തുന്ന ഒരു പശു ഉണ്ടെന്ന് ചോദിച്ചാൽ ആ പശുവിനോട് അങ്ങോട്ട് തീർക്കുക, ദേഷ്യം ഫുള്ളും ആ പാവത്തിനോട്. അതായത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു വികാരത്തെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനേക്കാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയും. ഇതൊക്കെ ഒരു സേഫ്റ്റി ബിഹേവിയർ ആണ്. ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉള്ള ആളുകൾ ഏതൊക്കെയാണ് സേഫ്റ്റി ബിഹേവിയർ എടുക്കുന്നത്, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം അയാൾക്ക് എന്റെ ദേഷ്യം എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഭാര്യനോട് പ്രകടിപ്പിച്ചാൽ കൂടുതൽ പ്രശ്നമാവും, അയാൾക്ക് അറിയാം. അല്ലെങ്കിൽ എന്താണ് കാര്യം അവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യം, എന്നാലും എന്റെ വികാരങ്ങൾ എവിടെയെങ്കിലും പ്രകടിപ്പിക്കാന്നല്ലോ. എന്നിട്ട് എന്താണ് മറ്റുള്ള ഒരു തരത്തിൽ പോയിട്ട് ഉപദ്രവിക്കുന്ന രീതിയിലായിരിക്കും. ചിലപ്പോ ഭാര്യയുമായിട്ടുള്ള, ചിലപ്പോ ഭാര്യന്റെ അനുജനോടായിരിക്കും പറയാം, അല്ലെങ്കിൽ അച്ഛനെ അപ്പം തന്നെ വിളിച്ചു പറയും, നിങ്ങളെ മകൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ പല ഇതിലേക്കും നമുക്ക് അത് മാറ്റിയെടുക്കാം. ഇനിയിപ്പോ സബ്ലിമേഷൻ വരുന്ന സമയത്ത് എന്താണ്, ഇതേ മറ്റൊരു പ്രവർത്തനത്തിലേക്ക് എന്താണ് മാറ്റുന്ന ഒരു രീതി. ഈ ഒരു നേരത്തെ പറഞ്ഞവര് പശുവിനെ ഉപദ്രവിച്ചു, പശു അത് തിരിച്ചു ഉപദ്രവിക്കില്ലല്ലോ. അപ്പൊ ആ ഉപദ്രവിക്കുന്ന കുറച്ച് കഴിഞ്ഞിട്ട് എന്താണ് സബ്ലിമേഷനിൽ വരുന്ന സമയത്ത് പശുവിനോട് പോയിട്ട് പറയാ, ഞാൻ നിന്നെ അറിയാതെ ഉപദ്രവിച്ചു പോയതാണ്, എന്റെ ഭാഗത്ത് ഇനി തെറ്റ് വരാൻ പാടില്ല എന്നുള്ളത് പശുവിനൊന്ന് സമാധാനിക്ക് തടവി പോയി. അവിടെ എന്തോ കാര്യമുണ്ടോ? സംഭവിച്ചു പോയതിന് ശേഷം നമ്മൾ പോയി സോറി പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അയാൾ ഒരു പ്രശ്നം അയാൾക്ക് വന്നു, അയാളെ ദേഷ്യം തീർക്കാൻ വേണ്ടി അവിടെ തീർത്തു. അതിനുശേഷം അൺകോൺഷ്യസ് മൈൻഡിൽ നിന്ന് നോർമൽ കോൺഷ്യസ് മൈൻഡിലേക്ക് വരികയാണ്. എന്റെ പ്രയാസങ്ങൾ നിങ്ങൾക്ക്, ഞാൻ ആ സമയത്ത് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്ന ചിന്താഗതി വന്ന ശേഷം ഒരുപാട് വൈകിട്ടുണ്ടാവും. ആ വൈകിയ സമയത്ത് ആൾ ഇങ്ങനെ മനസ്സ് ചിന്തിക്കുകയാണ്, ഇനി ഞാൻ എവിടെയും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് എന്റെ പ്രയാസങ്ങൾ എന്നെ ആർക്കും മനസ്സിലാക്കാൻ പറ്റൂല,
അപ്പോൾ എന്താണ് അയാൾ ആങ്ഷ്യസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങും. ആ ചിന്തകൾ ചിലപ്പോൾ എന്താണ് മറ്റു തരത്തിലുള്ള ഒരു ബിഹേവിയറിലേക്ക് മാറും. ആ ബിഹേവിയർ ആയിരിക്കാം നമ്മളിപ്പോൾ ഇന്നത്തെ കാലത്ത് ചർച്ച ചെയ്യുന്ന പല തരത്തിലുള്ള മെന്റൽ ഡിസീസസ് ഒക്കെ ആയിട്ട് വരുന്നത്. ഇതുവരെയുള്ള ഓക്കെ ആണോ എല്ലാവർക്കും? ഞാൻ പെട്ടെന്ന് പറഞ്ഞ് കുറച്ച് സ്ലൈഡ് അധികം ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഏറ്റവും കൂടുതൽ സൈക്കോ അനാലിസിസിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടെക്നിക്കുകളുണ്ട്. ഈ 4 ടെക്നിക്കും ഇല്ലാണ്ട് നമുക്ക് ഒരു പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞ മാതിരിയാണ്. അതിൽ ഫ്രീ അസോസിയേഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായതാണ് ഫ്രീ അസോസിയേഷൻ എന്ന് പറയുന്നത്. അതായത് രോഗിക്ക്, അതായത് ക്ലയന്റിന്, നമ്മളെ മുമ്പിൽ ഇരിക്കുന്ന ക്ലയന്റിന് മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ്, ഈ രോഗികൾ മാനിപ്പുലേഷൻ ഉണ്ടാവും, കള്ളങ്ങൾ ഒരുപാട് പറയും, അതേപോലെ തന്നെ ഒരുപാട് എന്താണ് നമ്മളെ മറ്റു രീതിയിൽ സഞ്ചരിക്കാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ എന്താണ്, ഇതിന് നല്ലൊരു തെറാപ്പിസ്റ്റ് എന്നുള്ള രീതിയിൽ അവരെ ആദ്യം നമ്മൾ ഈ ഒരു ഫ്രീ അസോസിയേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഇവരെ ചിന്താരീതികൾ അറിയണം. അൺകോൺഷ്യസ് മൈൻഡിൽ എന്തൊക്കെ ഓർമ്മകളാണ്, എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് കിടക്കുന്നതെന്ന് അറിയണം. ആ ചിന്തകൾ എന്താണ്, ആ ചിന്തകളെ കുറിച്ച് എന്താണ് അവർക്ക് വ്യക്തമായിട്ടൊരു ധാരണ കൊടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു ഉദാഹരണം, ഒരു ട്രോമ സംഭവിച്ച ഒരു കുട്ടി നിങ്ങളെ മുമ്പിൽ വരികയാണ്, അബ്യൂസ് നടന്നിട്ടുണ്ട്, വീട്ടുകാരൊക്കെ അറിഞ്ഞു. അപ്പോൾ ആ അബ്യൂസ് നടക്കുന്ന സമയത്ത് കുട്ടിക്ക് വല്ലാത്തൊരു പ്രയാസം മാനസികമായതിനു ശേഷം വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ഈ ഒരു അബ്യൂസ് കേസിലേക്ക് നമുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുട്ടീനോട് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, അത് പാസ്റ്റ് ആ സമയത്ത് എന്തൊക്കെയാണ് കുട്ടിക്ക് സംഭവിക്കുന്ന സമയം ഇന്നർ ഹീൽ ചെയ്യുക എന്ന് പറയുന്നത് പോലെ. പക്ഷെ ഇത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്നത്, ഇന്നർ ഹീൽ ചെയ്യുമ്പോൾ വളരെയധികം നമ്മൾ സൂക്ഷ്മതയോട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നർ ഹീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ ഈ ഒരു ക്ലയന്റിന് ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ആ മെന്റൽ സ്റ്റാറ്റസിനേക്കാൾ ഓവറായിട്ട് വലിയ ബുദ്ധിമുട്ട് വരുമോ നമ്മൾ ആദ്യം അറിയണം. കാരണം ഇതൊരു ചോദ്യം കഴിഞ്ഞ കുട്ടിക്ക് പിന്നെയും പറയാം. പല ട്രോമ കേസ് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, അബ്യൂസ് കേസിലൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ട്. കാരണം നമ്മൾ ആ ഇന്നർ ഹീൽ ചെയ്യുന്ന സമയത്ത് ആള് നോർമൽ ആയിരിക്കും, ചിലപ്പോൾ നോർമൽ ആങ്സൈറ്റി ആയിരിക്കും. പക്ഷെ അത് ചെയ്ത് കഴിയുമ്പോൾ എന്താണ്, കുട്ടിക്ക് അത് ആങ്സൈറ്റി ലെവൽ കൂടും. അപ്പൊ അത് ഈ ആങ്സൈറ്റി കൂടുന്ന ആ സമയത്ത് എന്താണ്, നമ്മൾ ഇന്നർ ഹീൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, ആളെ നല്ല റാപ്പോ ബിൽഡപ്പിലേക്ക് പോകണം. അതേപോലെ തന്നെ ഫ്രീ അസോസിയേഷൻ നടക്കേണ്ടത്, നിങ്ങൾ ഈ ഒരു ഫ്രീ അസോസിയേഷൻ നടക്കുന്ന സമയത്ത് അവരെ ഓപ്പൺ അപ്പ് ആയി പാസ്റ്റ് പിന്നെ നടക്കുന്ന എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് ആള് കൂടുതൽ വയലന്റ് ആവുകയും ആള് കൂടുതൽ സങ്കടത്തോടെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുറച്ച് റിലാക്സേഷൻ കൊടുക്കുക. എന്നിട്ട് മാത്രമേ നമ്മൾ അടുത്തൊരു പ്രോസസ്സിലേക്ക് പോകാൻ പറ്റൂ. പിന്നെ അതേപോലെ തന്നെ ഇതിൽ അടുത്തൊരു സ്റ്റേജാണ് ഡ്രീം അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് പിന്നെ ഈ ഒരു അൺകോൺഷ്യസ് മൈൻഡിലേക്കുള്ള ഒരു ജാലകമായിട്ടായിട്ട് നമ്മൾ ഈ ഒരു സ്വപ്നങ്ങളെ, അവരുടെ ഡ്രീംസിനെ നമ്മൾ കാണേണ്ടത്. അപ്പൊ ആ ഡ്രീംസിൽ അവർ, നമുക്ക് സാധാരണ ഒരു കേസിൽ നിങ്ങളെ പോസിറ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ടല്ലോ, എന്തൊക്കെയാണ് നിങ്ങളെ പിന്നെ ഈ ഒരു സ്വപ്നങ്ങളും നിങ്ങളെ ലക്ഷ്യങ്ങളും എന്തൊക്കെയാണ്, സാധാരണ ഒരു സെഷൻ ഒന്ന് പോസിറ്റീവ് ആക്കി എനർജി എത്തിയെടുക്കാൻ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളെ. പക്ഷെ ഇവിടെ പിന്നെ അവരെ സ്വപ്നങ്ങളെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അവർ അൺകോൺഷ്യസ് മൈൻഡിൽ എവിടെങ്കിലും ഒന്ന് പെട്ടുകിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പിന്നെ ഇവർക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒരു പഠിക്കാൻ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ, അല്ലെങ്കിൽ എന്റെ വൈഫ് എന്നെ ഈ രീതിയിൽ സംസാരിക്കണം, അല്ലെങ്കിൽ എന്റെ പാരന്റ് ഈ ഒരു രീതിയിൽ എന്നോട് സംസാരിക്കണം എന്നൊക്കെ ഒരു മൈൻഡുള്ള ആൾക്കാർക്ക് അവർക്ക് പറയും, ഞാൻ എനിക്ക് നല്ല രീതിയിൽ ജോലിക്ക് പോയിക്കൊള്ളാമെന്നുണ്ട്. പക്ഷെ ആ ജോലിക്ക് പോകുന്ന ബിഹൈൻഡ് അവർക്ക് ടെൻഷൻ ഉണ്ട്, എനിക്കൊരു മെന്റലി സപ്പോർട്ട് ആരുമില്ല. അപ്പൊ ആ സപ്പോർട്ട് അറിയണമെങ്കിൽ അവർ അൺകോൺഷ്യസ് മൈൻഡിൽ ഒരുപാട് ഇതേപോലെ ബാഡ് ആയിട്ടുള്ള ഓർമ്മകൾ ഉണ്ടാവും. ആ ഓർമ്മകൾ എന്താണ്, നമ്മൾ തൽക്കാലം എന്താണ് അവർക്ക് ഇങ്ങനെ ഓർമ്മ ഇതുമായിട്ട് ബുദ്ധിമുട്ടായി നിൽക്കുന്നത്, അതൊരു പോസിറ്റീവിലേക്ക് എന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ അതറിയാം. അപ്പോൾ ചിലപ്പോൾ അവിടെ ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പാരന്റിന്റെ ഇഷ്യൂസ് തന്നെയായിരിക്കും പലർക്കും ഉണ്ടാവുക. കുട്ടികൾക്കിടയിൽ, മുതിർന്നവർക്ക് ആളുകൾക്കാണെങ്കിൽ അവർ ഇപ്പോഴത്തെ ഫാമിലി സിറ്റുവേഷൻ ആയിരിക്കും, ഒന്നുകിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്, അതിൽ ചിലപ്പോൾ ഭർത്താവ് ജോലിക്കൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ പിന്നെ ഭാര്യയുടെ ഓവർ സ്ട്രെസ് ആയിട്ടുള്ള ഒരു പിന്നെന്താണ് ഇറിറ്റേറ്റ് ആയിട്ടുള്ള പെരുമാറ്റം, പലതരം കേസുകൾ നമ്മളെടുത്ത്. ഇതൊക്കെ എന്താണ്, ഇവരെവിടെയാണ് തടഞ്ഞു നിർത്തുന്നത്, മുന്നോട്ടുള്ള യാത്രയിലേക്ക് ഇവർക്ക് എന്താണ് പ്രയാസമുള്ളത്, അത് അവർക്ക് ഓർമ്മയായിട്ട് നിൽക്കാം. അപ്പോ നമുക്ക് ഈ ഒരു സാധാരണ ഒരു എക്സ്പീരിയൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു മരത്തിന്റെ ചിത്രം, അതേ ഒരു മരത്തിന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡിനെ കുറിച്ച് നമ്മൾ ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന നല്ല പച്ചിലകളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉള്ള ഒരു മരത്തിന്റെ ചില്ലകൾ കാണിച്ചു കൊടുത്തിട്ട് ആ ചില്ലകളെ കുറിച്ച്, ആ മരത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറയാം അവരോട്. അല്ലെങ്കിൽ എന്താണ്, ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയുടെ ഒരു പുഴയുടെ തീരത്തൊരു വീട്, ചെറിയ വീട്,
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമായിട്ട് ഒരു എന്താണ് റിലാക്സേഷൻ മൈൻഡ് എപ്പോഴും അതിലേക്ക് കടന്നു പോകണം. ഈ ഒരു സിറ്റുവേഷൻ പ്രീ അസോസിയേഷനിൽ കഴിഞ്ഞ് ഡ്രീം അനാലിസിസ് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ സ്വപ്നങ്ങളെ കുറിച്ച് എവിടെയോ തടയിട്ട് കിടക്കുന്നു. ആ സ്വപ്നങ്ങൾക്കുള്ള ചിറക് നമ്മൾ മുളച്ചു കൊടുക്കണം. ആ മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും രസകരമായിട്ട് ഏറ്റവും അവരെ മൈൻഡ്ഫുൾനെസ് നല്ല ഹാപ്പി ആകുന്ന എന്തെങ്കിലും പിക്ചേഴ്സ് കാണിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതിനൊന്നും പറ്റി സംസാരിക്കാൻ പറ്റുമോ, ഇപ്പൊ സംസാരിക്കാൻ എന്താ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പേപ്പർ കൊടുത്ത് അതിലെഴുതാം. അപ്പൊ എന്താണ് അവർക്ക് ആ സ്വപ്നത്തിലേക്ക് എന്താണ് അവരെ എനിക്ക് ഇങ്ങനൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല, ഇങ്ങനെ ഒരു പ്രയാസം ഉള്ളത് കൊണ്ട് എന്നുള്ളത് അവര് വരും. ആ സമയത്ത് എന്താണ് ഈ ഒരു നിഴൽ ചിത്രം എന്നാണ് ഇത് ഇവിടെ പറയാ. കാരണം നിഴലായിട്ട് അല്ലെങ്കിൽ ഒരു ഇമാജിൻ ചെയ്യുന്ന, സാധാരണ സൈക്കോ അനാലിസിസ് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞു, പക്ഷെ നമ്മുടെ ഈ ഒരു ഇത്തരത്തെ സിറ്റുവേഷൻ നമുക്കൊരു പിക്ചറായിട്ട് തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഈ സമയത്ത് അവരെ നമ്മൾ തെറാപ്പിസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണ്. ആ ഒരു ചിത്രം കണ്ട് അവർ പറയുന്ന സമയത്ത് അവർ എന്ത് ഇമോഷൻസ് ആണ് നമ്മളോട് പ്രകടിപ്പിച്ചിട്ടുള്ളത്, ഏത് രീതിയിലാണ് അവര് നമ്മളോട് ഹാപ്പി, ആ മൊമെന്റ് എന്താണ്, മെന്റൽ സ്റ്റാറ്റസ്. നമ്മൾ സാധാരണ ഒരു ക്ലയന്റ് വരുന്ന സമയത്ത് എന്നോട് പല ആളും ചോദിക്കാറുണ്ട് കേസ് ആയിട്ട് ഉറപ്പായിരുന്നു. അപ്പൊ ഞാൻ ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണ്, MSc എന്താണ്, അതായത് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. നിങ്ങളുടെ മുമ്പിൽ ആ ക്ലയന്റ് വന്ന സമയത്ത് ആ പ്രസന്റ് മൊമെന്റിൽ അയാളെ മൈൻഡ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഈ ഒരു ഡ്രീം അനാലിസിസ് വളരെ കണക്റ്റീവ് ആണ്. ഇനിയിപ്പോ ട്രാൻസ്പെറൻസ് വരുന്ന സമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് ആയ കാര്യങ്ങളും തൽക്കാലം എന്താണ് അവർക്ക് പറഞ്ഞ് നിങ്ങളെ പ്രയാസങ്ങൾ ഇതൊക്കെ തന്നെയാണ്, നിങ്ങളെ ഈ ഒരു പ്രശ്നങ്ങളിൽ എത്തിയിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ ഇതാണ്, ആ സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി അവർ പോസിറ്റീവ് നല്ല നല്ല ഓർമ്മകളുള്ള ഇതിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു രീതിയാണ്. ഇനിയിപ്പോ അതേപോലെ തന്നെ അനാലിസിസ് ഓഫ് ഡിഫൻസ് മെക്കാനിസം, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഡിഫൻസ് മെക്കാനിസം, അടിച്ചമർത്തലോ അതേപോലെ സബ്ലിമേഷനോ അത് തന്നെ മറ്റൊന്നുള്ള ഒഴിവാക്കലോ ചീത്ത പറയലോ ദേഷ്യം കാണിക്കലോ അങ്ങനത്തെ പലതരത്തിലുള്ള ഈ ഒരു സേഫ്റ്റി ബിഹേവിയർ പറഞ്ഞിട്ട് അതിൽ ഏതെങ്കിലും ഇയാളുടെ സ്വഭാവത്തിൽ ഏതെങ്കിലും ഉണ്ടോ അല്ലെ ബിഹേവിയർ ഇയാൾ കാണിക്കുന്നുണ്ടോ, അതിനെ നമ്മൾ അനാലിസിസ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു സമയത്ത് അഗ്രഷൻ കാണിക്കുന്നത്, ഈ അഗ്രഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്, അതിന്റെ ബിഹൈൻഡ് ആയിട്ട് എടുക്കുക റീസൺ നമുക്ക് അയാൾക്ക് പറഞ്ഞു. നിങ്ങൾ കാരണം തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ആ റീസൺ നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത്. ഒരാള് ദേഷ്യം പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും റീസൺ ഇല്ലാതെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഈ ഒരു പ്രശ്നക്കാരാണെന്ന് വ്യക്തമായിട്ട് അയാൾക്ക് അനാലിസിസ് പറഞ്ഞു കൊടുക്കുക, ഇന്നൊരു ദേഷ്യം അല്ലെങ്കിൽ സ്വഭാവത്തിലെ മാറ്റം ഇന്ന സമയത്ത് വന്നിട്ടുള്ളതാണ് എന്നുള്ളത്. ഇനിയിപ്പോ ഇതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, ചെയ്യാൻ പാടില്ലാത്ത ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാടായിട്ട് നമ്മൾ ഈ ഒരു ടൈം ആൻഡ് കോസ്റ്റ് തന്നെയാണ്. മറ്റുള്ള തെറാപ്പികളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ ഒരുപാട് ലോങ് ടേം ആണ്. അതായത് ഈ ഒരു സൈക്കോ അനാലിസിസ് പെട്ടെന്നൊന്നും മാറില്ല. അതായത് ആഴ്ചയിൽ ഒരു 3, 4, 5 സെഷൻ കൊടുത്തിട്ട് കുറഞ്ഞ ആളെ നിലവിൽ ആ പ്രയാസം പതിയെ ഗൈഡഡ് ടാസ്ക് എന്നൊക്കെ പറഞ്ഞതുപോലെ പതിയെ ആയിട്ട് നല്ല രീതിയിൽ അവരെ കൊണ്ടുപോവുക. അപ്പോ അതിനെയാണ് ഈ എംപിരിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് വളരെയധികം ശ്രദ്ധിക്കുക. പിന്നെ ഈ ടൈം ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം ഈ ഒരു എല്ലാ സെഷനും ഫീ വാങ്ങുക, അതൊക്കെ ഒരു ക്ലയന്റിന് തരാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അവരോട് പറയാ ഇത് ലോങ് ടേം പ്രോസസ്സിംഗ് ആണ്, പക്ഷെ ഫീസിന്റെ ഒന്നും ഒരു പ്രയാസമില്ല. പക്ഷെ എപ്പോഴാണ് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരുന്നത് അവരൊക്കെ നമ്മുടെ കൗൺസിലിൽ വരിക അല്ലെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നെന്താണ് അവർക്കുള്ള ചിന്തകളിലെ ഫോക്കസ് എന്ന് പറയുന്നത് മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ പാസ്റ്റിൽ കടന്നിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക, അല്ലെ പ്രസന്റിലേക്ക് പ്രസന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് പ്രയാസം ഒരിക്കലും മാറില്ല. അന്നപ്പോ തൽക്കാലം പാസ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ട് അതിലേക്ക് കൊണ്ടുവരണം, പ്രസന്റ് ഫോർവേഡിലേക്ക് പറഞ്ഞു കൊണ്ടുവരണം, അയാളെ പ്രശ്നം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ അതേപോലെ തന്നെ കഠിനമായിട്ടുള്ള ഒരു നോട്ട് ഫോർ എവരി വൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ഷിസോഫ്രീനിയ അല്ലെങ്കിൽ NPD പോലുള്ള ആളുകൾക്കൊന്നും ഇത് വലിയ ചികിത്സിച്ച് ഫലപ്രദം, കാരണം അവരൊന്നും ചികിത്സയ്ക്ക് ഇരിക്കില്ല. അതപ്പോ ഭയങ്കരമായിട്ടുള്ള ഒരു മെന്റൽ ഇൽനെസ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും ഇത് കാരണം അവരൊന്നും ഈ സമയം നമ്മളെ കഴിക്കാനോ അവർ നമ്മൾ പറയുന്ന അനുസരിച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനൊന്നും അവർ തയ്യാറല്ല. പിന്നെ ഒരു തെറാപ്പിസ്റ്റ് ബയാസ് എന്ന് പറയുന്നത് അയാള് വ്യക്തിപരമായിട്ട് പലപ്പോഴും കൗൺസിലിംഗ് സെഷനിൽ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു 2 കപ്പിൾസ് കേസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് ഇൻഡിവിജ്വൽ ആണ് ഈ കൊടുക്കേണ്ടത് കൗൺസിലിംഗ്. അപ്പൊ രണ്ടാളുടെയും വിശ്വാസങ്ങളും ചിന്തകളൊക്കെ നമ്മൾ പരിഗണിച്ചിട്ട് അവരെ ചിന്തകൾ തെറ്റായ ദിശയിലൂടെയാണ് പോകുന്നത്, അത് തിരിച്ചറിയുക. പിന്നെ ഈ ഒരു ഫാമിലി കോൺഫ്ലിക്റ്റ് നടന്നിട്ടുള്ളത് ഏത് സമയത്താണ്, എന്ത് റീസൺ ആണ്,
ഇവർ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പ് ഇവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു, ഇവരെ കുട്ടികളുടെ ലൈഫ് എങ്ങനെയാണ്, ഇതൊക്കെ എന്താണ് ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ അല്ലെങ്കിൽ രണ്ടുപേരും ഏത് രീതിയിൽ രണ്ട് ലൊക്കാലിറ്റിയിൽ വന്നവരാണ്, അത് ഒരു ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ ആ ഫാമിലിന്റെ ഡീറ്റെയിൽസ് ഒന്ന് അന്വേഷിക്കുക, എങ്ങനെയാണ് ഈ പെൺകുട്ടി വളർന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇയാൾ എങ്ങനെയാണ് വളർന്നിട്ടുള്ളത്, അതൊക്കെ എന്താണ് നമുക്ക് തെറാപ്പിസ്റ്റ് ബയാസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ഇതിലൊക്കെ എന്താണ് നമ്മൾ കറക്റ്റായി ഈ ഒരു പ്രസന്റ് പ്രോബ്ലം പറയുന്ന സമയത്ത് അവര് സൈക്കോ അനാലിസിസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോ ആദ്യ സെഷനിൽ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവരോട്. അപ്പോ അവരോട് പിന്നെ പറയുന്ന സമയത്ത് സാർ ആദ്യം പറഞ്ഞിട്ടില്ല, പിന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത്ര സെഷൻ ആവും, ഇത്ര കാശ് ആവും, പിന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ അവരോട് പറയാം. പിന്നെ ഇതില് ഇനിയിപ്പോ അസസ്മെന്റും പ്രിപ്പറേഷൻ എന്ന് പറയുന്ന കൗൺസിലിംഗ് സെഷൻ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് വളരെയധികം പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോ പരമാവധി എന്താണ് ആ സമയത്ത് തന്നെ നമ്മൾക്ക് ഈ ഒരു സൈക്കോ അനാലിസിസിൽ ഒരുപാട് ടൂൾസും മെറ്റീരിയൽസും ഒക്കെ ഉണ്ട്. അത് തന്നെ ഉപയോഗിച്ചിട്ട് അവരുമായിട്ട് നല്ല രീതിയിൽ നല്ലൊരു കൊളാബറേറ്റ് ചെയ്ത് പോവുക. പിന്നെ ഈ ഒരു കൗൺസിലിംഗ് സെഷൻ നടക്കുന്ന സമയത്ത് എന്താണ് അവരെ നല്ലൊരു രീതിയിൽ അവരെ ഡീപ്പായിട്ടൊന്ന് മനസ്സിലാക്കാനുള്ള ഒരു രീതിയിലേക്കായിരിക്കണം നമുക്ക് പോകേണ്ടത്. അവരുടെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കാം, അവരുടെ ചിന്തകൾ നമ്മൾ മനസ്സിലാക്കാം, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, പിന്നെ കറക്റ്റ് പൂർണ്ണമായിട്ടൊരു MSc റിപ്പോർട്ട് തന്നെ നിങ്ങൾ എടുക്കണം. പിന്നെ അതേപോലെ തെറാപ്യൂട്ടിക് ഗോൾസ്, നല്ലൊരു റാപ്പോ ബിൽഡപ്പിന് ശേഷം നമ്മൾ എന്ത് ഗോൾസ് ആണ് അവർക്ക് കൊടുക്കണം, അത് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫൈ അവർക്ക് കൊടുക്കണം. അവർക്ക് അത് ചെയ്താൽ അവരുടെ ലൈഫിനെ ബാധിക്കുമോ, അല്ലെങ്കിൽ വല്ല മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ച് അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം അതിൽ കൊടുക്കുക. പ്രത്യേകിച്ച് ഡിപ്രസീവ് ആയിട്ടുള്ള ആളുകളൊന്നും നമ്മൾ കൊടുക്കുന്ന ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ തയ്യാറല്ല. പക്ഷെ അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഈ ഒരു തെറാപ്പിയിൽ കൂടെ അവർക്ക് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു തെറാപ്യൂട്ടിക് കോൺട്രാക്ട്, അപ്പോ നമ്മൾ ഈ കൊടുക്കുന്ന സമയത്ത് എന്താണ് പലതരത്തിലുള്ള പ്രയാസം, ഏത് കേസാണ് നമ്മൾ നല്ല രീതിയിൽ കേൾക്കുക എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ഒരു തെറാപ്യൂട്ടിക് കോൺട്രാക്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഒരു പ്രോസസ്സിങ് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് വിശദമായിട്ട് ഏതൊരു കൗൺസിലിംഗ് സെഷനും നമ്മൾ എടുക്കുമ്പോൾ നമ്മളൊരു തെറാപ്പിന്റെ ഒരു പ്രോസസ്സിങ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ പ്രയാസം ഞങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്, ഇന്ന ഗോൾസുകളാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, അതൊക്കെ എന്താണ് കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. എന്നാൽ തന്നെ ഏകദേശം ഒരു ക്ലയന്റിന് എന്താണ് ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ റിലാക്സേഷൻ, എനിക്ക് ഇവിടെ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ട്. സൈക്കോ എഡ്യൂക്കേഷൻ എന്നാ പറയാ, സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ വ്യക്തമായിട്ട് അവർക്ക് ഡീസന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. പിന്നെന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ക്ലയന്റും നമ്മൾ കോൺഫിഡൻസ്, അത് വളരെ സൂക്ഷ്മതയോടെ സൈക്കോ അനാലിസിസ് പ്രത്യേകമായിട്ട് പറയാണ്. കാരണം അതിന് നല്ലൊരു സ്പേസ് ഉണ്ടാക്കണം. ആ സ്പേസ് എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് ആയിട്ട്, ഇപ്പൊ ഒരാള് ഒരു സ്പേസ് ഉണ്ടാക്കുന്ന നമ്മളൊരു ക്ലിനിക്കിൽ ഒരു ബെഡ്, ഒരു സോഫ ഉണ്ട് എന്ന് വിചാരിക്കാം. അപ്പൊ ആ ക്ലയന്റിന് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അയാളെ ചോദിക്കുകയാണ്, അവിടെ സോഫയിൽ ഇരുന്നിട്ട് അയാളെ പറയാം നിങ്ങൾ അവിടെ ഇരുന്നോളൂ. അയാൾക്കൊരു സേഫ് പ്ലേസ് ആണ് അത്. കാരണം അയാൾക്ക് ചിലപ്പോൾ ഇരുന്നിട്ടോ കിടന്നിട്ടോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ അയാളെ ഉപയോഗിക്കാം. കാരണം അയാൾക്ക് തോന്നുകയാണ് ഞാനിപ്പോ ഇവിടെ റിലാക്സ് ആണ്, എനിക്ക് എന്തും തുറന്ന് പറയാനുള്ള സ്ഥലം. പിന്നെ അതേപോലെ തന്നെ സേഫ് പ്ലേസ് എന്ന് പറയുന്നത് പിന്നെ മറ്റു പബ്ലിക്കായിട്ട് ഈ പറഞ്ഞ തന്നെ സോഫയിൽ 1, 2, 3 ഇരിക്കുന്നു, അയാളെ ഇയാൾക്ക് വേണ്ട ഒരു ഗ്രൂപ്പ് തെറാപ്പിയാണ് കൊടുക്കേണ്ടത്, സൈക്കോ അനാലിസിസ് ടേം വെച്ചിട്ട് അവിടെ പറയാണ് നിങ്ങളെ പ്രശ്നം ഇതൊക്കെയാണ്. അത് പാടില്ല. കൊടുക്കുന്ന എന്താണ് കോൺഫിഡൻസ്, രഹസ്യമായിട്ട് തന്നെ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ പലരും ഈ ഒരു ക്ലിനിക്കിൽ വരികയെ നമ്മളെ കൗൺസിലിൽ വരുന്ന സമയത്ത് എന്താണ് മറ്റുള്ളവർ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അപ്പൊ അവരെ ഒരു രഹസ്യങ്ങൾ, അവരെ എന്താണ് പേഴ്സണാലിറ്റി, അവർ ഇൻഡിവിജ്വലായി കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നെ അതേപോലെ ഈ ഒരു സൈക്കോ അനാലിസിസ് സെറ്റിംഗ്, ഫിസിക്കൽ എൻവിറോൺമെന്റ്, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അവർക്ക് എന്താണ് ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുക. ഈ ഒരു കേസിന് ഒരു കൗൺസിലിംഗ് തുടങ്ങുന്നതിന് മുമ്പ് മൊത്തത്തിൽ വേറെ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മെഡിക്കൽ കണ്ടീഷൻ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു അനലറ്റിക് ഫ്രെയിം, നേരത്തെ പറഞ്ഞിരുന്ന ആ ഒരു 4 സ്റ്റേജ് അവർക്ക് ഫ്രീ അസോസിയേഷൻ, അത് പിന്നെ അനലൈസ്, അതേപോലെ ആ ഒരു 4 സ്റ്റേജ് എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഈ ഒരു ഓൺഗോയിങ് പ്രോസസ് എന്ന് പറയുന്നത് മോണിറ്ററിങ് പ്രോഗ്രസ്. അപ്പോ നമ്മൾ അവരുടെ ലൈഫിൽ ഇതുവരെ നടന്ന എന്ത് തെറാപ്പി, എന്ത് കാര്യങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ കയ്യിൽ നിന്ന് പോയാൽ, അല്ല സെഷൻ വിട്ട് കഴിഞ്ഞ് പോയാൽ അവർക്ക് നല്ല രീതിയിൽ ഒരു മോണിറ്ററിങ് കൊടുക്കുക, നല്ല രീതിയിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്യുക, കാര്യങ്ങൾ വ്യക്തമായിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ എന്താണ്
തോട്ട് റെക്കോർഡ് പോലെയുള്ള അല്ലെങ്കിൽ ഡയറി ഒക്കെ ഈ ഒരു ഇതിൽ ജേർണൽ റൈറ്റിംഗ്, ഡയറി റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പിന്നെ സൂപ്പർവിഷൻ ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ എന്ന് പറയാം. നമുക്കൊരു കേസ് വന്നാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കൊരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കൺഫ്യൂഷൻ ആയി ഇയാൾക്ക് എന്താ ചെയ്തു കൊടുക്കുക. അപ്പൊ എന്താണ് നമ്മൾ ഡിസ്കഷനുമായി നമ്മളെ സീനിയോറിറ്റി ആയിട്ടുള്ള സൂപ്പർവൈസറോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഫ്രണ്ട് സർക്കിൾ ആരെങ്കിലും ഒക്കെ ഈ ഒരു മേഖലയിലുള്ള ആളുകളോട് ഡിസ്കസ് ചെയ്യുക. ഡിസ്കസ് ചെയ്തതിനു ശേഷം ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ചെയ്തിട്ട് ഈ ക്ലയന്റിന് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ കൺഫ്യൂഷനോട് കൂടി അവിടെ അത് ചെയ്യാൻ പാടില്ല. അത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ചോദിക്കുന്നതിന് വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ അറിയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഏറ്റവും നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്ന് പറഞ്ഞ് ടെർമിനേഷൻ ആൻഡ് ഫോളോ അപ്പ് തന്നെയാണ്. അതില് ടെർമിനേഷൻ സമയത്ത് ക്ലയന്റ് പിന്നെ ഓരോ സെഷനിൽ വരുന്ന സമയത്ത് എന്താണ് ക്ലയന്റിനെ മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഓരോ സെഷനെയും കുറിച്ച് ചോദിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് സെഷനിൽ നമ്മൾ സാധാരണ സെഷന് വന്നിട്ടില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊന്ന് ഒഴിവ് സമയമോ ഫ്രീ ഒക്കെ വന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഈ ക്ലിനിക്കിൽ ഇയാളെ ഒരു തെറാപ്പിസ്റ്റിനെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പറയാം. ഇതിന് ഫീ ഒന്നും വേണ്ട, സെഷനായിട്ടല്ല, അല്ലാണ്ട് നോർമലായിട്ട് ഒരു ടോക്ക് സംസാരിക്കുന്നത് പോലെ. പിന്നെന്താണ് ഈ ഉള്ളിൽ കിടക്കുന്ന ഒരു സ്ട്രഗിൾ, ഉള്ളിൽ കിടക്കുന്ന കോൺഫ്ലിക്റ്റുകൾ, ഈ ഒരു സപ്രഷൻ എന്ന് പറഞ്ഞതുപോലെ തോട്ട് സപ്രഷൻ, അടിച്ചമർത്തപ്പെട്ട ചിന്തകൾ എന്തൊക്കെയാണ് വീണ്ടും വീണ്ടും വന്നിരിക്കുന്നത്, ആ ചിന്തകളൊക്കെ ഒന്ന് തിരിച്ചറിയാം. പിന്നെ അതേപോലെ തന്നെ എന്താണ് അയാൾക്ക് എന്താണ് ഒരു ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുക, എന്താണ് ഇപ്പൊ അയാൾക്ക് ലൈഫിൽ ആവശ്യമുള്ളത്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ലൈഫ് എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്, അത് വ്യക്തമായിട്ട് നമുക്ക്. പിന്നെ അവരുടെ ഈ ഒരു ചലഞ്ചസുകൾ ഒരുപാടുണ്ടാവും. അവർക്ക് ഇപ്പൊ നിലവിൽ ഫാമിലി സപ്പോർട്ട്, ചില ആളുകൾക്ക് കൗൺസിലിംഗ് വരുന്നത് പോലും ഫാമിലി ആരും അറിയില്ല. കാരണം എന്താണ് അവരെന്ത് പറഞ്ഞാലും ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന നെഗറ്റീവ് ആയിട്ടുള്ള നിന്നെ കൊണ്ട് തന്നെയാണ് പ്രശ്നമുള്ളത്, നീ എന്ത് ചെയ്താൽ ശരിയാവില്ല, അവിടേക്ക് പോയ പ്രശ്നം, ഇവിടേക്ക് പോയ പ്രശ്നം. കാരണം ഇവർക്ക് ഒരു നല്ലൊരു കാര്യം വീട്ടിൽ പോയി പറയുമ്പോൾ എന്താണ് അവർക്ക് വലിയ പ്രയാസങ്ങളായിരിക്കും. അവർ എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്ത് മാറ്റം ഉണ്ടാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്താണ് ഫാമിലിയിലെ ആരെങ്കിലും ഒരാളെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്നു. ആ ഒരു ചലഞ്ചസ് അവർ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ കൺസിഡർ ചെയ്ത് കൊടുക്കുന്ന മുൻകൂട്ടി എന്താണ് അവർക്ക് വേണ്ടി അവരറിയാതെ തന്നെ എന്താണ് ഫാമിലിയിൽ ഒരാളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇന്ന ആൾ ഇന്ന പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ട്, നിങ്ങളെ ഫാമിലിയിലുള്ള ഒരാളാണ്, അപ്പൊ നിങ്ങളുടെ രീതി നിങ്ങൾക്ക് എന്താണ് പരമാവധി സപ്പോർട്ട് വേണം എന്നുള്ളതാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇനിയിപ്പോ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ വരുന്ന സമയത്ത് ആദ്യത്തെ ഒരു ആദ്യത്തെ ഒരു വീക്കിൽ 1-4 സെഷൻ കൊടുക്കാൻ വേണമെങ്കിൽ അതിന്റെ ഒരു സിവിയർ അനുസരിച്ചിട്ട് ഒരു പ്രോബ്ലത്തിന്റെ. അപ്പോൾ ആദ്യത്തെ ഒരു 1-4 സെഷൻ ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ലത് ഒരു റാപ്പോ ബിൽഡപ്പ് തന്നെയാണ്. അവിടെ വേണമെങ്കിൽ ഫ്രീ അസോസിയേഷൻ നടക്കാം, അയാളെ പ്രശ്നങ്ങളൊന്ന് തുറന്നു പറയാനുള്ള ഒരു സ്റ്റേജ് അവിടെ നമുക്ക് മാക്സിമം എൻകറേജ് കൊടുക്കുക. പിന്നെ എന്താണ് അവരെ സ്വപ്നങ്ങളെ കുറിച്ച് വിവരിക്കാനുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരു പിക്ചറോ കാണിക്കാൻ പറഞ്ഞില്ലേ, അതൊക്കെ ആണെങ്കിൽ ഈ ഒരു സെഷനിൽ കൊടുക്കുക. ഇനി മിഡിൽ സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് അവിടെയാണ് യഥാർത്ഥത്തിൽ അവരെ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കും. ഇപ്പൊ നിലവിൽ എന്ത് പ്രയാസമാക്കുന്നില്ല അതിനെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുക. അപ്പൊ ആ ഡിസ്കസ് എവിടെ നിന്നാണ് ആ പ്രയാസം വന്നിട്ടുള്ളത്, പാസ്റ്റിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ആ പാസ്റ്റിലേക്ക് വ്യക്തമാക്കി അയാൾക്ക് ആ ഒരു മുമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയിട്ടുള്ളത്, അത് വ്യക്തമാക്കി ക്ലയന്റിനെ തന്നെ പറഞ്ഞു ബോധിക്കുക എന്നുള്ളതാണ്. പിന്നെ ടെർമിനേഷൻ ഫേസ് എന്ന് പറയുന്നത് ഫോളോ അപ്പ് ആണ്. ഓരോ സെഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഫീഡ്ബാക്ക് ചോദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ക്ലയന്റ് അല്ലെ തെറാപ്പിസ്റ്റിന്റെയോ നമ്മുടെ ഒരു ക്ലിനിക്കിന്റെയോ ഫീഡ്ബാക്ക് അല്ല. അവരെ വ്യക്തമായിട്ട് അവർക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്, സെഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞ് അവരെ ലൈഫിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉള്ളത്, അതാണ് ഫീഡ്ബാക്ക് ചോദിക്കേണ്ടത്. പിന്നെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ട കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രീ അസോസിയേഷൻ ചെയ്യുക, ഡ്രീം അനാലിസിസ്, ട്രാൻസ്ഫറൻസ്, ഇന്റർപ്രിട്ടേഷൻ, പിന്നെ മാനേജിങ് റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിലവിൽ അവർക്ക് ക്ലയന്റിന്റെയും ഒരു തെറാപ്പിസ്റ്റ് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ പല ക്ലയന്റുകളും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ പാസ്റ്റത്തെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ദേഷ്യം പിടിക്കും. കാരണം ആ ഒരു ദേഷ്യം എന്താണ് നമ്മൾ പൊതുവെ എന്താണ് അവരെ ലോകത്തിലേക്ക് നമ്മൾ ഇറങ്ങി പുറപ്പെടേണ്ടി വരും. ആ പുറപ്പെടുന്ന അവരെ മനസ്സും നമ്മുടെ മനസ്സും ഒരേപോലെ ചലിക്കേണ്ടി വരും. ആ സമയത്ത് മാത്രം എന്താണ് നല്ലൊരു ഇന്റർവെൻഷൻ നടക്കും. ഓക്കെ ആണല്ലോ അല്ലേ എല്ലാരും? സമയപരിധി ഉള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു തീർത്തത്. ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെ, ഇതുമായിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാം, നമുക്ക് ഒരു 5 മിനിറ്റോട് വേണേ ഇരിക്കാം. നമ്മുടെ അടുത്തേക്ക് വരുന്ന ആള് എല്ലാതും നുണയാണ് പറയണെന്നുണ്ടെങ്കിൽ നമുക്ക്
ഈ പ്രോസസ് ഒക്കെ വേസ്റ്റ് ആയി പോയില്ലേ സത്യത്തില്? അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാനിപ്പുലേഷൻ നടക്കുന്നുണ്ടോ നോക്കണം. അവര് പറയുന്ന കാര്യങ്ങൾ നുണയാണോ സത്യമാണെന്നുള്ളത് നമ്മൾ നോക്കുക. കാരണം അതെങ്ങനെയാ മനസ്സിലാക്കുക? ക്ലയന്റിന്റെ കൂടെ ഒരാളുണ്ടാവുമല്ലോ, കൂടെ പറയുന്ന ഒരാള്, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ അങ്ങനെ നമുക്ക് ഏകദേശം നോർമൽ ആയിട്ട് എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസോ പിന്നെ മറ്റ് റിലാക്സേഷൻ മെത്തേഡുകളൊക്കെ പറഞ്ഞു കൊടുത്തു വിടുക. അടുത്ത സെഷനിൽ വരുമ്പോൾ എന്താണ് ഫാമിലി ഡീറ്റെയിൽസിൽ ആരെങ്കിലും ഒരാളെ കോൺടാക്ട് നമ്പർ നമുക്ക് തോന്നുകയാണ് അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നത്. അപ്പോൾ എന്താണ് അയാൾ മസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ, നമുക്ക് CID പോലെ അയാളെ ബാക്കിൽ ഇറങ്ങി പുറപ്പാടാൻ പറ്റില്ല. ഡീറ്റെയിൽസ് അയാളെ ഫാമിലിയിൽ നിന്നും കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള ആരെങ്കിലും അടുത്തുള്ള ആരെങ്കിലും കോൺടാക്ട് നമ്പർ വാങ്ങി വെക്കുക, എന്നിട്ട് അവരെ വിളിച്ച് കാര്യങ്ങൾ പറയും, ഇങ്ങനെയൊക്കെയാണ് സംഭവം, അതുള്ളത് തന്നെയാണോ. അപ്പൊ എന്താണ് ഇയാൾ ഒറ്റക്കാണ് കൗൺസിലിംഗ് വന്നത് നമുക്ക് അറിയാൻ പറ്റും, മറ്റുള്ളവരെ പറഞ്ഞു വിട്ടതാണ് നമുക്ക്. അയാളെ മുമ്പ് തന്നെ വിളിക്കണമെന്നില്ല, അയാൾ പോയി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്ത് ഒരു പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. ചിലപ്പോൾ ആളുകൾ പേര് മാറ്റി പറയും, നാട് മാറ്റി പറയും, പലതരത്തിലുള്ള ചിലപ്പോൾ ഫോൺ നമ്പർ വരെ മാറ്റി തന്നിരിക്കും. പിന്നെ എന്താണ് നമുക്ക് അടുത്ത സെഷൻ ആളെ അടുത്ത് വരുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്താണ് അയാൾ മുമ്പ് തന്നെ നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിനെ വിളിപ്പിക്കുക. മുമ്പ് തന്ന നമ്പർ എന്റെ ഫോൺ വിളിച്ച് കിട്ടുന്നില്ലാന്നോ അല്ലെങ്കിൽ അവരെടുക്കുന്നില്ലാന്നോ എന്നൊക്കെ പറയാം. അപ്പൊ നിങ്ങളെ മുമ്പിൽ അവരെ കൊണ്ട് നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ സംസാരിച്ച ആളാണ് ഉള്ള രീതിയിലേക്ക് വരാം. അങ്ങനെയൊക്കെ ഒരു മാനിപ്പുലേഷൻ നമുക്ക് അവിടെ പൊളിക്കാം. അവരോട് ദേഷ്യം പിടിച്ചിട്ടല്ല, നല്ല രീതിയിൽ. താങ്ക് യു സാർ. ഓക്കെ. ഈ സൈക്കോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ, ഒരുപാട് ഉണ്ട് പഠിക്കാൻ. നിങ്ങൾ നല്ല രീതിയിൽ ഇനി പഠിക്കാൻ ശ്രമിക്കുക. കാരണം 1 മണിക്കൂറുള്ള ചെറിയൊരു PPT ആണ്. അപ്പൊ അതിൽ പറ്റാവുന്നത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ PPT നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് ഉപയോഗിക്കാം. സാർ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ചോദിച്ചോ. ഒരു ക്ലയന്റ് നമ്മളെടുത്ത് വരുന്ന സമയത്ത് നമ്മള് അനാലിസിസ് ചെയ്ത് എടുക്കേണ്ട കാര്യമാണല്ലോ ഇതൊക്കെ. അതെ. അത് നമ്മളിപ്പോ MSc എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വ്യക്തിയായിട്ട് അവരെ സ്റ്റോറി പറയുന്ന സമയത്ത് ഇതൊക്കെ നമ്മളായിട്ട് കളക്ട് ചെയ്ത് വെക്കണ്ടല്ലോ. അല്ല, ഇത് നമ്മൾ ആ ഒരു പ്രോസസ്സിംഗ് തുടങ്ങുന്ന MSc റിപ്പോർട്ട് നമുക്ക് എല്ലാ കേസിലും നിങ്ങൾ എടുക്കാറില്ല, അതേപോലെ തന്നെ എടുക്കണം. ആ സോഷ്യോ ഡെമോഗ്രാഫിക് പേഴ്സണൽ ഡീറ്റെയിൽസ്, അത് പ്രസന്റ് പ്രോബ്ലം, അതൊക്കെ പൂർണ്ണമായിട്ട് നമ്മളൊരു ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് എന്താണ് നമ്മൾ ഫൈനൽ പറയാല്ലേ ഇംപ്രഷൻ എന്ന് പറയുന്നത് എന്താണ്, ആ MSc റിപ്പോർട്ടിന്റെ ഏറ്റവും ലാസ്റ്റിലെ പേജിന്റെ ഇംപ്രഷൻ എന്ന് കൊടുത്തത്. കാരണം ഈ ഒരു കേസ് കേട്ടിട്ട് എനിക്ക് ഈ തെറാപ്പിസ്റ്റ് എന്നല്ല എനിക്ക് എന്താണോ തോന്നിയിട്ടുള്ളത് അതാണ് അവിടെ എഴുതേണ്ടത്. അതെന്താണ് ഈ ഒരു സെഷൻ കഴിഞ്ഞ് പോയതിനു ശേഷം 1 or 2 സെഷൻ കഴിഞ്ഞിട്ടാണ് ഈ ഇംപ്രഷന്റെ അവിടെ നിങ്ങൾ അവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു ക്ലയന്റ് നേരത്തെ ഒരു മാം പറഞ്ഞതുപോലെ മാനിപ്പുലേഷൻ ആണോ ഉള്ളതാണ് നമുക്ക് തോന്നണ്ടേ, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞ പ്രശ്നം അതന്നെയാണ് ഉറപ്പുവരുത്താൻ വേണ്ടി MSc റിപ്പോർട്ട് പൂർണ്ണമായിട്ട് എഴുതുക. പക്ഷെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് ഈ ഒരു ക്ലയന്റിന്റെ കാര്യം തോന്നിയിട്ടുള്ളത് അത് എഴുതണം. അത് എഴുതിയ ശേഷം അല്ലെങ്കിൽ അതിന്റെ ഗ്യാപ്പിന്റെ അടുക്കാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ മെത്തേഡും അവരോട് കൗൺസിലിംഗ് ചോദ്യങ്ങൾ ചോദിക്കുക, അവരെ സ്റ്റോറി പറയിപ്പിക്കുക, പലതരത്തിലുള്ള കാര്യങ്ങൾ അവരിലേക്ക് കൊണ്ടുപോവുക. MSc റിപ്പോർട്ട് ഇല്ലാണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട. അത് ഏറ്റവും തുടക്കത്തിൽ ക്ലയന്റ് വന്ന ഉടനെ തന്നെ എന്താണ് MSc റിപ്പോർട്ട് നമ്മൾ ആദ്യം ചെയ്യാം. അതിനുശേഷമാണ് ഈ പറഞ്ഞ തെറാപ്പി പ്രോസസ്സിംഗ്, ഏത് തെറാപ്പിയാണ് നിങ്ങൾ കൊടുക്കേണ്ടതും, അതെങ്ങനെയാണ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ രീതിയിൽ കൗൺസിലിംഗ് അവരോട് ഏതൊക്കെ രീതിയിൽ സംസാരിക്കുക, ഒക്കെ അതിനുശേഷം മതി. അപ്പോ ഇനിയൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. വൈൻഡപ്പ് ചെയ്താലോ? എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അടുത്ത സെഷനിൽ കാണാം പുതിയൊരു തെറാപ്പി ആയിട്ട്. ഓക്കെ, താങ്ക് യു.